ഹായ് സ്റ്റുഡൻസ്, നമ്മൾ CMA ഇൻ്റർ SM-ൻ്റെ PYQും അതുപോലെ തന്നെ റാപ്പിഡ് റിവിഷൻ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് വന്നിട്ടുള്ളത്. പെരുന്നാളിലൊക്കെ സമയമാണ്. എല്ലാവർക്കും ഈദ് മുബാറക്. പിന്നെ ഇതിൽ PYQയിൽ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം PYQയിലൂടെ ഒന്ന് പോയിട്ട് ആ ടോപ്പിക്കുകളൊക്കെ നമ്മൾ അതാത് ചാപ്റ്ററിൻ്റെ റാപ്പിഡ് റിവിഷൻ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ഏരിയയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ആൻസേഴ്സിൻ്റെ ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ഗോ ത്രൂ ചെയ്യും. അല്ല സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കഷൻ ഒരു റിക്വയർമെൻറ്റ് അസംബ്ലിക്കില്ല. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമുള്ള ഒരു 40 മാർക്കിൻ്റെ വെയിറ്റേജിൻ്റെ ഏരിയയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യും. ബാക്കി നമ്മൾ ഇതിൻ്റെ ആൻസേഴ്സും ടോപ്പിക്സും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ റാപ്പിഡ് റിവിഷൻ്റെ അതായത് ചാപ്റ്ററിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. നമ്മൾ 2 പാർട്ടായിട്ട് ഡിസ്കഷൻസ് നടത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പാർട്ട് 1 പാർട്ട് 2 എന്നുള്ള രീതിയിലായിരിക്കും റാപ്പിഡ് റിവിഷൻ ചെയ്യുക. ഇനീഷ്യൽ ചാപ്റ്റർ 1 and 2 ഏരിയ ആണ് ഇനീഷ്യലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏതിലേക്ക് പോകും, നമ്മുടെ ചാപ്റ്റർ 3 and 4ലേക്ക് പോകും. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എല്ലാ ടോപ്പിക്സും ഡിസ്കസ് ചെയ്യാന്നുള്ളതല്ല. ഇപ്പോൾ നമ്മളൊരു ABC അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഇതിലൊരു A കാറ്റഗറിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള ചില ഏരിയാസ് ഉണ്ട്. അപ്പോൾ അത് സ്ട്രെസ് ചെയ്തിട്ട് അതിലൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്ത് പോകുക എന്നുള്ളതാണ്. നമ്മൾ നോർമൽ റൂട്ടീൻ ഡെയിലി ക്ലാസ്സസ് പോലെ ഓരോ ലൈനിൽ ഒരുപാട് എലാബറേറ്റ് ചെയ്തുള്ള എക്സ്പ്ലനേഷനിലേക്കൊന്നും നമ്മൾ പോവില്ല. അതൊക്കെ ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് അതിലൂടെ ഒന്ന് ഫെമിലിയർ ആയിട്ട് ഇങ്ങനെ ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം ഏരിയ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഉദ്ദേശമാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ക്വസ്റ്റ്യനിലേക്ക് വരാം. MCQ ഏരിയാസ് ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യാൻ നിൽക്കുന്നില്ല. ഇതിൽ ഇനീഷ്യൽ ക്വസ്റ്റ്യൻ വരുന്നത് സ്മാർട്ട് ഗോൾ ഫ്രെയിംവർക്കുമായി ബന്ധപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ, റെലവൻറ്റ്, ടൈം ബേസ്ഡ് തുടങ്ങിയിട്ടുള്ള സ്മാർട്ട് ബേസ്ഡ് ഫ്രെയിംവർക്ക് റിഗാർഡിംഗ് ഒബ്ജക്റ്റീവ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്. നമ്മൾ ക്ലാസ്സിൽ A കാറ്റഗറിയിൽ ഡിസ്കസ് ചെയ്യുന്ന ഏരിയയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പഠിച്ച സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റൻ ആണത്. പിന്നീട് നമ്മുടെ ചാപ്റ്റർ 4 ഡിജിറ്റൽ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെടുത്തിയിട്ട് ബ്ലോക്ക് ചെയിനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റിന്, ബ്ലോക്ക് ചെയിനും നമ്മൾ ഡിജിറ്റൽ സ്ട്രാറ്റജിയിൽ ഹയർ ഇമ്പോർട്ടൻസ് പറയുന്ന ടോപ്പിക്കാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പെസ്റ്റൽ ഫ്രെയിംവർക്ക് മറ്റൊരു A കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ ക്ലാസ്സിൽ സ്ട്രെസ് ചെയ്തിട്ട് ഇത് മക്കളെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങൾ ഹയർ ഇമ്പോർട്ടൻസിൽ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഭയങ്കര പ്രിഡിക്റ്റബിലിറ്റി ഉണ്ട് ശരിക്കും SM-ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കേസിൽ. അങ്ങനെ ഒരു മെത്തേഡിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് യൂഷ്വലി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുള്ളത്, സെറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ പെസ്റ്റൽ ഫ്രെയിംവർക്ക് അത്തരത്തിലൊരു ഏരിയയാണ്. പൊളിറ്റിക്കൽ, അതുപോലെ എക്കണോമിക്കൽ, സോഷ്യൽ, ടെക്നോളജിക്കൽ, എൻവയോൺമെന്റൽ, ലീഗലി തുടങ്ങിയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഇത് ഞാൻ സെപ്പറേറ്റ് നിങ്ങൾക്ക് നോട്ട് തന്നിട്ടുണ്ട്. ആ നോട്ടിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. പിന്നെ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന് ഒരു 5 മെയിൻ സ്റ്റെപ്പുകളാണുള്ളത്. അതിൽ ആദ്യം കോർപ്പറേറ്റ് മിഷൻ, മേജർ കോർപ്പറേറ്റ് ഗോൾസ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് അനലൈസ് ചെയ്തിട്ട് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇന്റേണൽ എൻവയോൺമെൻറ്റ് അനലൈസ് ചെയ്തിട്ട് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് സ്ട്രാറ്റജി സെലക്ട് ചെയ്യുന്നത്. സ്ട്രാറ്റജി സെലക്ട് ചെയ്താൽ മാത്രം പോരാ, ആ സ്ട്രാറ്റജി നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് കൂടെ ചെയ്യണം. ഇംപ്ലിമെൻറ്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടെ ആൻസറിൻ്റെ പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ വന്നുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൊജക്ട് ബേസ്ഡ് സ്ട്രക്ചേഴ്സ് ആണ്. വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രക്ചർ. അതിൽ നമ്മൾ എന്താ പറയുക, പ്രൊജക്ട് ബേസ്ഡ് സ്ട്രക്ചർ അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. യൂഷ്വലി നമ്മൾ അത്ര എന്താ പറയുക, ഒരു ഹയർ കാറ്റഗറിയിൽ പലപ്പോഴും കാണാറില്ലാത്തൊരു ഏരിയയാണ് പ്രൊജക്ട് ബേസ്ഡ് സ്ട്രക്ചർ. മേ ബി ഒരു B കാറ്റഗറിയിലാണ് നമ്മൾ പിന്നെ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് എക്സാമിന് റെഗുലറായിട്ട് ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് പ്രൊജക്ട് ബേസ്ഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്ന ഏരിയയാണ് BPR, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്. അല്ലേ, അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കൺസേൺസ് അതൊരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത്ര ഏരിയാസ് ആണ് നമുക്ക് PYQയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, വളരെ എളുപ്പമുള്ള കാര്യങ്ങൾ തന്നെ ചോദിച്ചിട്ടുള്ളൂ. SM ഒന്ന് കിടിലം മാർക്ക് മേടിക്കാൻ പറ്റിയ ഒരു അടിപൊളി പേപ്പറാണ് ലാസ്റ്റ് ടൈം വന്നത്. ഇനി വരുന്നതും അങ്ങനെ തന്നെ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ക്ലാസ് കേട്ടുള്ള കുട്ടികൾക്ക് കിടിലം മാർക്കിൽ പാസ്സാകാൻ പറ്റുന്ന ഒരു 85, 90, 95 ഒക്കെ മാർക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പേപ്പറാണ്. ഈ ലാസ്റ്റ് അറ്റംപ്റ്റിൽ നമുക്ക് നല്ല മാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് തോന്നുന്നു സ്റ്റേറ്റിൽ അതിന് വൺ ഓഫ് ദി ടോപ്പറൊക്കെ നമ്മുടെ സ്റ്റുഡൻറ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ അത്രയും പ്രഡിക്റ്റബിലിറ്റി ഉള്ള ഒരു പേപ്പറാണ്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ചിലർ ഇത്തവണ എഴുതുന്ന ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരിക്കും, ചിലർ എഴുതുന്ന സെക്കൻഡ് ഗ്രൂപ്പ് ആയിരിക്കും. സെക്കൻഡ് ഗ്രൂപ്പ് എഴുതുന്നവർക്ക് അവരുടെ അഗ്രിഗേറ്റിൽ എത്താൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പേപ്പറാണ് SM എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് റാപ്പിഡ് റിവിഷനിലേക്ക് കടക്കാം. ഇത് ഇനീഷ്യൽ
ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഇതിലുണ്ട്. എല്ലാ ടോപ്പിക്സും ഡിസ്കസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലല്ല നമ്മളുള്ളത്. കുറച്ച് ടോപ്പിക്കുകൾ മെയിനായിട്ട് മുന്നേ എക്സാമിന് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏരിയാസ് ഒക്കെയാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഇനീഷ്യലി വി ഹാഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജി. കോർപ്പറേറ്റ് സ്ട്രാറ്റജി ഉണ്ട്, അതുപോലെ തന്നെ ബിസിനസ് സ്ട്രാറ്റജി ഉണ്ട്, അതുപോലെ തന്നെ ഫങ്ഷണൽ സ്ട്രാറ്റജി. ഇങ്ങനെ 3 ടൈപ്സ് ഓഫ് സ്ട്രാറ്റജി വരുന്നുണ്ട്. അല്ലേ, ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള നോട്ട്സ് ആണ് ഞാൻ ഈ തന്നിരിക്കുന്നത്. ഇതിൽ കോർപ്പറേറ്റ് സ്ട്രാറ്റജി ഓവറോൾ ഡയറക്ഷൻ ആൻഡ് സ്കോപ്പ്, ഓർഗനൈസേഷൻ്റെ ഒരു ഓവറോൾ ഡയറക്ഷൻ ആൻഡ് സ്കോപ്പ് ഒക്കെ എന്താ പറയുക ബേസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ ഗ്രോത്ത്, സ്റ്റെബിലിറ്റി, റിട്രെഞ്ച്മെന്റ്, ഡൈവേഴ്സിഫിക്കേഷൻ, മെർജേഴ്സ്, അക്വിസിഷൻസ്, വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ, ന്യൂ വെഞ്ചേഴ്സ്, റിസോഴ്സ് അലോക്കേഷൻ, ഡിവെസ്റ്റ്മെന്റ്, ഇങ്ങനത്തെ ഹയർ ലെവൽ സാധനങ്ങളൊക്കെ, ടോപ്പ് ലെവൽ സാധനങ്ങളുടെ ഡിസിഷൻസ് എടുക്കുന്നതും മറ്റുമൊക്കെ എന്തുമായി ബന്ധപ്പെടുത്തിയുള്ള സ്ട്രാറ്റജിയാണ്, കോർപ്പറേറ്റ് സ്ട്രാറ്റജിയാണ്. ക്ലിയർ. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും 2 സ്ഥാപനങ്ങൾ തമ്മിൽ മേർജ് ചെയ്യുന്നത്, ക്ലിയർ, ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമല്ലേ, ക്ലിയർ, അത് ടോപ്പ് ലെവൽ സാധനമാണ്, കോർപ്പറേറ്റ് സ്ട്രാറ്റജിയാണ്. അതിന് എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയുന്ന സമയത്ത് ഒരു ഫേം എങ്ങനെയാണ് ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ബിസിനസ് സ്ട്രാറ്റജി കൊടുത്തിട്ടുള്ളത്. ക്ലിയർ. നമ്മൾ ആ ഒരു കോമ്പറ്റേറ്റീവ് പൊസിഷൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ക്ലിയർ, അത് പ്രൈസിങ്ങിലൂടെ ചെയ്യാം, ക്വാളിറ്റിയിലൂടെ ചെയ്യാം, ഇന്നോവേഷനിലൂടെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഡിഫറൻഷിയേഷനിലൂടെ ചെയ്യാം. ക്ലിയർ. സ്ട്രാറ്റജി ഒന്നുകിൽ കോമ്പറ്റേറ്റീവ് ആവും അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ആവും. അതായത് ഒന്നുകിൽ നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് ഒരു സഹകരണ അടിസ്ഥാനത്തിൽ നമുക്കൊരു എന്താ പറയുക ഒരു ടേംസിൽ നമുക്ക് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ നമുക്ക് ടോട്ടലി കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ പോകാം. അപ്പോൾ ആ ഡിസിഷൻസ് എടുക്കുന്നതൊക്കെ നമ്മുടെ ഒരു ബിസിനസ് ലെവൽ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അതിന് ശേഷം വരുന്നതാണ് ഫങ്ഷണൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓപ്പറേഷണൽ ലെവൽ സ്ട്രാറ്റജി. കുറച്ചും കൂടെ ലോവർ ലെവലിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. അവിടെ നമ്മുടെ റിസോഴ്സുകളുടെ എഫിഷ്യൻറ്റ് യൂസ്, പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവൈസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കോർ കോമ്പിറ്റൻസീസ് ഡെവലപ്പ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും അതിൽ വരുന്നത്. ക്ലിയർ. പിന്നെ അതിനുശേഷം നമുക്ക് ഡിസ്കഷൻ വരുന്നതാണ് വിഷൻ എന്ന് പറയുന്നത്. വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഡിസൈഡ് ഫ്യൂച്ചർ സ്റ്റേറ്റ് ആണ്. നമ്മൾ മുന്നോട്ട് കാണുന്ന നമ്മുടെ ഓർഗനൈസേഷൻ്റെ ആ ഒരു ഫ്യൂച്ചർ ഇമേജിനെയാണ് നമ്മൾ വിഷൻ എന്ന് പറയുന്നത്. നല്ല വിഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ എന്താണാവാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. 2 തരം വിഷൻ ഉണ്ട്. പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ഉണ്ട്, കസ്റ്റമർ ഓറിയൻറ്റഡ് ഉണ്ട്. കസ്റ്റമറുടെ നീഡ്സ് ആൻഡ് സൊല്യൂഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വിഷൻ സെറ്റ് ചെയ്യുന്നതെങ്കിൽ അത് കസ്റ്റമർ ഓറിയൻറ്റഡും, അതേസമയം നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സർവീസ് ഓഫർ ചെയ്തതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വിഷൻ സെറ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് വിഷനുമാണ്. ഏറ്റവും നല്ലത് എപ്പോഴും കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ്. കുറച്ച് സ്ഥാപനങ്ങളുടെ വിഷൻ്റെ എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിഷൻ്റെ ബെനിഫിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല വിഷൻ എന്ന് പറയുമ്പോൾ അത് മെമ്പേഴ്സിനെ ഇൻസ്പയർ ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു കോമൺ ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ, നമ്മൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ള ഒരു ഷെയർഡ് സെൻസ് ഓഫ് പേർപ്പസ് എന്താണെന്നുള്ളത് ആളുകളിലേക്ക് എത്തിക്കാനൊക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇന്നോവേഷനും റിസ്ക് ടേക്കിംഗ് എക്സ്പെരിമെൻറ്റേഷനൊക്കെ എൻകറേജ് ചെയ്യും. ലോങ് ടേം തിങ്കിങ്ങിന് അതുപോലെ തന്നെ ഫ്യൂച്ചർ ഓറിയൻറ്റേഷനൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ഇന്നൊരു സാധനമാണ് നമ്മൾ കാണുന്നത്, ക്ലിയർ. അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നൊക്കെയുള്ള രീതിയിലൊരു ഫീലിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അത് ഉണ്ടാക്കും. ലോങ് ടേം തിങ്കിങ് ആൻഡ് ഫ്യൂച്ചർ ഓറിയൻറ്റേഷൻ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ വരുന്നതാണ് ഓർഗനൈസേഷന് കോമ്പറ്റേറ്റീവ് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ ഒറിജിനൽ പ്രാക്ടിക്കൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇൻറ്റഗ്രിറ്റി, നമ്മുടെ ജെന്യൂൻ ആയിട്ടുള്ള ഇൻറ്റൻറ്റ് എന്താണെന്നുള്ളത് റിഫ്ലക്ട് ചെയ്യാനൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ക്ലിയർ. അതുപോലെ കസ്റ്റമറുടെ നീഡ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കൂടെ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ സിസ്റ്റത്തിനെ ഈ പറയുന്ന വിഷനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ അലൈൻ ചെയ്യുന്നതിനൊക്കെ ഈ വിഷൻ എന്തുണ്ട്, നല്ല റോളുണ്ട്. ക്ലിയർ. ഇതൊരിക്കലും നമ്മൾ ക്ലാസ് ടൈമിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ അല്ല. റെഗുലർ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് സമയമെടുത്ത് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ ഒരു മെത്തേഡല്ല നമ്മൾ ഇവിടേക്ക് ഫോളോ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങളുടെ സമയം മാത്രമേ ഇനി എക്സാമിലേക്കുള്ളൂ. അപ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു സെഷൻ, അതാണ് നമ്മുടെ പ്ലാൻ അല്ല കേട്ടോ. ഒരിക്കലും ഇതിനെ റെഗുലർ ക്ലാസ് ആയിട്ട് കമ്പയർ ചെയ്യരുത്. നമ്മുടെ റെഗുലർ ക്ലാസ്സസ് ഇങ്ങനെയല്ല നമ്മൾ എടുത്തിട്ടുള്ളതെന്നുള്ള വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്. റെഗുലർ ക്ലാസ് നമ്മൾ ഭയങ്കര ടൈം എടുത്ത് നല്ല അടിപൊളി ഡീറ്റെയിൽ ആയിട്ട് ഓരോ എന്താ പറയുക റിയൽ കമ്പനി സിറ്റുവേഷൻസ് ഒക്കെ വെച്ച് പറഞ്ഞ് അങ്ങനെ എടുത്ത് പോകുന്ന സാധനമാണ്. പക്ഷെ അങ്ങനെ ഒരു മെത്തേഡ് നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നമുക്ക് വളരെ ചുരുങ്ങിയ സമയത്തിൽ മാക്സിമം ടോപ്പിക് കവർ ചെയ്യാന്നുള്ളൊരു ഇൻറ്റൻഷനാണ് നമ്മൾ പോവുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മിഷൻ വരുന്നുണ്ട്. മിഷനിൽ ഡിസ്ക്രൈബ് ദ പേർപ്പസ് ആൻഡ് പ്രസന്റ് ബിസിനസ് ഓഫ് ഓർഗനൈസേഷൻ. നമ്മൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, ക്ലിയർ, ഹൂ വി ആർ, വാട്ട് വി ഡു, വൈ വി എക്സിസ്റ്റ്, ഇതിനൊക്കെയുള്ള ഉത്തരമാണ് നമ്മുടെ മിഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഓർഗനൈസേഷൻ സൊസൈറ്റിയിലേക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഈ മിഷൻ ബേസ്ഡ് ആണ് വരുന്നത്. പിന്നെ മിഷൻ ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ. നമ്മുടെ ഒരു യൂണീക്ക് പേർപ്പസ് എന്താണ്, നമ്മുടെ ഓപ്പറേഷൻ്റെ ടേംസിൻ്റെയും പ്രൊഡക്ട്സിൻ്റെയും മറ്റുള്ള സ്കോപ്പ് എങ്ങനെയാണ് വരുന്നത്, നമ്മുടെ ഷെയർഡ് എക്സ്പെക്ടേഷനും എംപ്ലോയീസ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് ഓർഗനൈസേഷൻ ഇമേജ് ടു സ്റ്റേക്ക്, ഓർഗനൈസേഷൻ്റെ ഒരു ഇമേജ് എന്താണെന്നുള്ളത് സ്റ്റേക്ക് ഹോൾഡേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മിഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് മേക്കിംഗ് പ്രോസസ്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് മിഷനും മേജർ ഗോൾസും സെലക്ട് ചെയ്യുക എന്നുള്ളത്. ക്ലിയർ. അതും 2 തരമുണ്ട്. പ്രൊഡക്റ്റ് ഓറിയൻറ്റഡും ഉണ്ട്, കസ്റ്റമർ ഓറിയൻറ്റഡും ഉണ്ട്. കുറച്ച് കമ്പനികളുടെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് അവിടെ വരുന്നുണ്ട്. ക്ലിയർ. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പൗസ് ചെയ്തിട്ട് നോട്ട്സ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റെഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സ്ക്രീൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ പൗസ് ചെയ്തിട്ട് നോട്ട്സ് വായിക്കാനും മറ്റൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇറ്റ് റെഫേഴ്സ് ടു ദ ഷെയർഡ് ബേസിക് ബിലീഫ്സ് ആൻഡ് അസംഷൻസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ഒരു ബേസിക് ബിലീഫ്സ് ആൻഡ് അസംഷൻസിനെയാണ് നമ്മൾ ഈ ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്നത്. ഓരോ ഓർഗനൈസേഷനും ഓരോ കൾച്ചർ ഉണ്ടാവും. ആ കൾച്ചർ ഏത് രീതിയിലാണെന്നുള്ളത് നമ്മുടെ സക്സസിന് ഭയങ്കര എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് കൾച്ചറാണ് ഒരു ഓർഗനൈസേഷനിലുള്ളത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലൂടെ നമുക്ക് ഒരു നല്ല രീതിയിലുള്ള സക്സസ് അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്, എല്ലാവരും കൃത്യസമയത്ത് വരും, കൃത്യസമയത്ത് വർക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പോവുള്ളൂ, അത്തരത്തിലൊരു കൾച്ചർ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഓർഗനൈസേഷൻ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരിക്കും, അതിൽ നിന്ന് നമുക്ക് നല്ല ഔട്ട്പുട്ടും കിട്ടും. ക്ലിയർ. ഇത് അൺകോൺഷ്യസ്ലി ഒരു എന്താ പറയുക ഓർഗനൈസേഷനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ക്ലിയർ. അവിടുത്തെ ഒരു അക്സെപ്റ്റഡ് വേസ് ഓഫ് വർക്കിംഗ് ആൻഡ് റൂട്ടീൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ കൾച്ചറിന്റെ ഭാഗമാണെന്ന് പറയാം. ഇത് നല്ല രീതിയിൽ എംപ്ലോയി ബിഹേവിയറിനെയും അതുപോലെ ഓർഗനൈസേഷൻ സ്ട്രാറ്റജിയും ബാധിക്കുന്ന വിഷയങ്ങളാണ്. 4 ലേയേഴ്സ് ഉണ്ട്: വാല്യൂസ്, ബിലീഫ്സ്, ബിഹേവിയേഴ്സ്, ടേക്കൺ ഫോർ ഗ്രാൻഡഡ് അസംഷൻസ്. ജസ്റ്റ് വായിക്കാം. കൾച്ചറിന് സ്ട്രാറ്റജിയുടെ മേലെ നല്ല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് തന്നെ ഉണ്ട്. കാരണം നമ്മുടെ കൾച്ചറും നമ്മുടെ സ്ട്രാറ്റജിയും തമ്മിൽ മാച്ച് ചെയ്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് വർക്കൗട്ട് ആവില്ല, വേണ്ട ഒരു ഔട്ട്പുട്ട് അതിൽ നിന്ന് കിട്ടില്ല. ഇത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, ഞാനത് കുറച്ചൊരു ലോവർ ലെവലിലാണ് ഞാൻ അതിനെ കാണുന്നുള്ള ടോപ്പിക്കിന് കേട്ടോ. പിന്നെ ഓർഗനൈസേഷനിൽ ഒരു എത്തിക്കൽ ബിഹേവിയർ ഉണ്ടാവുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള ഡിസ്കഷൻ വരുന്നുണ്ട്. ഒരു ഓർഗനൈസേഷൻ നിർബന്ധമായിട്ടും ഒരു എത്തിക്കൽ വാല്യൂസ് നമ്മൾ സ്റ്റേറ്റ് ചെയ്യണം ത്രൂ കോഡ് ഓഫ് എത്തിക്സ്. ക്ലിയർ. അത് ലീഡേഴ്സ് എന്താ പറയുക അവരുടെ ഒരു പ്രവൃത്തിയിലൂടെ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചില ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇൻസെൻറ്റീവ്, റിവാർഡ്, പ്രൊമോഷനൊക്കെ ഇത്തരത്തിലുള്ള എത്തിക്കൽ ബിഹേവിയറിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾ അത് നന്നായിട്ട് ചെയ്യും. അതുപോലെ തന്നെ അത് എന്താ പറയുക അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പണിഷ്മെൻറ്റ് കൊടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും മെത്തേഡ്സ് ഒക്കെ സെറ്റ് ചെയ്യുക, അത്തരം ആക്ടിവിറ്റീസ് ചെയ്യുന്നതൊക്കെ ഒഴിവാക്കാനൊക്കെ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ കോർ വാല്യൂസ് നമ്മുടെ വിഷൻ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, എത്തിക്കൽ കോർ വാല്യൂസ് നമ്മുടെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പുവരുത്താനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. സ്വാഭാവികമായിട്ടും എത്തിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോങ് ടേം സക്സസും അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ അതിലൂടെ സാധിക്കും. ഇപ്പോൾ നമ്മൾ പറയാറില്ല ടാറ്റ, ഇപ്പോൾ സപ്പോസ് ടാറ്റ കഞ്ചാവിൻ്റെ ബിസിനസ്സിലേക്ക് വരിക എന്ന് പറയുമ്പോഴും ആളുകൾ പറയാം അതെന്തെങ്കിലും നല്ല ഉദ്ദേശത്തിലായിരിക്കും. അത് അവരുടെ ഒരു എത്തിക്കൽ വാല്യൂസ് ആണ്. ക്ലിയർ. അത് സ്വാഭാവികമായിട്ട് ലോങ് ടേമിൽ നമുക്ക് നല്ല രീതിയിലുള്ള സക്സസ് തരും. പിന്നെ ഗോൾസ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് റീഡ് ഔട്ട് ചെയ്താൽ മതി. പിന്നെ എഫക്റ്റീവ് ഒബ്ജക്റ്റീവ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്: സ്പെസിഫിക്, അണ്ടർസ്റ്റാൻഡബിൾ, മെഷറബിൾ, അറ്റൈനബിൾ, റെലവൻറ്റ്, ടൈം ബൗണ്ട്. ഓക്കെ. സ്പെസിഫിക് ആയിരിക്കണം, കൃത്യമായിട്ട് ഏതാ വേണ്ടതെന്നുള്ളത് പറയണം, അത് ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം, അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം, പെർഫോമൻസ് എത്രത്തോളം നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റണം. പിന്നെ അത് അറ്റൈനബിൾ ആയിരിക്കണം, ചാലഞ്ചിങ് ആയിക്കോട്ടെ പ്രശ്നമില്ല, പക്ഷെ ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു സാധനം നമ്മൾ എന്ത് ചെയ്യരുത്, ഒബ്ജക്റ്റീവായിട്ട് വെക്കരുത്. പിന്നെ നമ്മുടെ വിഷൻ മിഷൻ ഗോളുമായിട്ട് റെലവൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കണം. ഒരു ടൈം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം, ഏതെങ്കിലും കാലം കിട്ടിയിട്ട് കാര്യമില്ല, ഒരു ഡെഡ് ലൈൻ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കണം. ദാറ്റ് ഇസ് ടൈം ബൗണ്ട്. ക്ലിയർ. ഇതന്നെ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് ദാറ്റ് നീഡ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് വെൽ സെറ്റിംഗ് ഒബ്ജക്റ്റീവ് ആർ ആസ് ഫോളോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്പെസിഫിസിറ്റി, മൾട്ടിപ്ലിസിറ്റി, പീരിയോഡിസിറ്റി, വെരിഫയബിലിറ്റി, റിയാലിറ്റി, ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സ്പെസിഫിസിറ്റി ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. അത് ഒരുപാട് കൂടുതലാകാനും പാടില്ല, എന്നാൽ ഒരുപാട് കുറവാകാനും പാടില്ല. ലൈക്ക് ആ ഒരു മോഡറേറ്റ് ലെവലിൽ നമ്മൾ നിർത്തണം. പിന്നെ പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഉണ്ടാവും, മീഡിയം ടേം ഉണ്ടാവും, ഷോർട്ട് ടേം ഒക്കെ ഉണ്ടാവും. ക്ലിയർ. പിന്നെ നമ്മൾ ഈ വെരിഫയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്ജക്റ്റീവ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഉറപ്പുവരുത്താൻ അല്ലെങ്കിൽ അത് നോക്കാൻ പറ്റണം. ക്ലിയർ. അത് വെരിഫൈ ചെയ്യാനുള്ള എന്തെങ്കിലും മെക്കാനിസം വേണം. പിന്നെ നമ്മൾ വെച്ചിട്ടുള്ള ഒഫീഷ്യൽ ഒബ്ജക്റ്റീവ്സും നമ്മുടെ ആക്ച്വൽ ഓപ്പറേറ്റീവ് ഒബ്ജക്റ്റീവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രാക്ടിക്കലി ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. അപ്പോൾ റിസോഴ്സ് അലോക്കേഷനും മറ്റൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ പ്രയോറിറ്റീസ് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ. നമ്മളെ കൊണ്ട് പ്രാക്ടിക്കലി പോസിബിൾ ആണോ ഇല്ലയോ, റിയാലിറ്റിയിൽ ഇത് വർക്കൗട്ട് ആവോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ഒബ്ജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ നല്ല രീതിയിലുള്ള ഔട്ട്കംസ് ഉണ്ടാവും. ക്ലിയർ. ഒബ്ജക്റ്റീവ്സ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഇൻഎഫക്റ്റീവ് ആയിരിക്കും. പിന്നെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട്, ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ്റെ റിസോഴ്സസ് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിൽ യൂസ് ചെയ്യാനൊക്കെ ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ വരുന്നതാണ് ടു ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ബൈ എഫക്റ്റീവ്ലി സ്ട്രെച്ചിങ് ഓർഗനൈസേഷണൽ റിസോഴ്സ് ആൻഡ് കോമ്പറ്റൻസീസ്. അതായത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഓർഗനൈസേഷൻ്റെ റിസോഴ്സുകൾ മാക്സിമം സ്ട്രക്ചർ ചെയ്യുക. ക്ലിയർ. എന്നിട്ട് അതിലൂടെ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഓൾറെഡി ഒരു നല്ലൊരു ഷെഫ് ഉണ്ട്. ക്ലിയർ. പുതിയൊരു ഷെഫിനെ ഹയർ ചെയ്യുന്നതിന് പകരം ഈ ഷെഫിനെ തന്നെ ചെറിയൊരു അസിസ്റ്റന്റിനെ ഇട്ടിട്ട് കൂടുതൽ ഐറ്റംസ് ആളുടെ അണ്ടർ ത്രൂ പ്രിപ്പയർ ചെയ്യുക. അവിടെ ശരിക്കും നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് റിസോഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങ് സ്ട്രെച്ച് ഔട്ട് ചെയ്യാം. ക്ലിയർ.
പിന്നെ അതുപോലെ തന്നെ മാനേജേഴ്സിന് ടു ഹെൽപ്പ് മാനേജേഴ്സ് അണ്ടർസ്റ്റാൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആക്ഷൻ എൻവിയോൺമെൻറ്റ് ആൻഡ് പെർഫോമൻസ്. ആക്ഷൻ എൻവിയോൺമെൻറ്റും അതുപോലെ തന്നെ പെർഫോമൻസും തമ്മിലുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മാനേജേഴ്സിന് മനസ്സിലാക്കി കൊടുക്കാൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് അച്ചീവ് ചെയ്താൽ മാത്രം പോരാ, ആ അച്ചീവ് ചെയ്ത കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് നിലനിർത്താനും പറ്റണം. ക്ലിയർ? അതിന് ഈ പറയുന്ന സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ടു ഇംപ്രൂവ് കോമ്പറ്റേറ്റീവ് പൊസിഷൻ ത്രൂ എഫക്റ്റീവ് ഡിപ്ലോയ്മെന്റ് ആൻഡ് അക്വിസിഷൻ ഓഫ് റിസോഴ്സസ്. നമ്മുടെ കോമ്പറ്റേറ്റീവ് പൊസിഷൻ ഇംപ്രൂവ് ചെയ്യാൻ ത്രൂ എഫക്റ്റീവ് ഡിപ്ലോയ്മെന്റ്, വേണ്ട കറക്റ്റ് രീതിയിൽ റിസോഴ്സുകളൊക്കെ ഡിപ്ലോയ് ചെയ്തുകൊണ്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് പൊസിഷൻ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. അതൊരു ഒബ്ജക്റ്റീവാണ്. പിന്നെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിലുള്ള ചേഞ്ചസിനനുസരിച്ചിട്ട് അതിനെ മോണിറ്റർ ചെയ്യാനും അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് കീ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ചിലപ്പോൾ എന്താ പറയുക എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും, ചില പ്രതീക്ഷയുണ്ട്. അതിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. അപ്പോൾ അത് എത്തുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്താൻ സാധിക്കും. പിന്നെ ടു ഐഡന്റിഫൈ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ എന്താണെന്നുള്ളത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനും അതിനെ ബേസ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വോൺസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. പിന്നെ ടു പ്രിവെന്റ് ഫെയിലിയർ ത്രൂ എഫിഷ്യൻസി, ക്വാളിറ്റി, ഇന്നോവേഷൻ, കസ്റ്റമർ റെസ്പോൺസിവ്നെസ് ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. അതായത് നമുക്ക് ഫെയിലിയർ കൊണ്ടുവരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ. നമ്മൾ എഫിഷ്യൻ്റ് അല്ലെങ്കിൽ നമ്മൾ ഫെയിലിയറിൽ എത്തിപ്പെടും. നമ്മുടെ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പ്രോപ്പറായിട്ട് ഇന്നോവേറ്റ് ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. പ്രോപ്പർലി നമ്മൾ കസ്റ്റമറിന് റെസ്പോൺസീവ് ആയിട്ട് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഒക്കെ ചെയ്ത് ഈ ഫെയിലിയർ പ്രിവെന്റ് ചെയ്യാൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്നതാണ് ടു ഓവർകം ഓർഗനൈസേഷണൽ ഇനേഷ്യ ആൻഡ് അഡാപ്റ്റ് ടു എൻവയോൺമെന്റൽ ചേഞ്ചസ്. അതായത് നമ്മൾ ഓൾറെഡി ഒരു സെറ്റപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് ആളുകൾ അഡാപ്റ്റ് ചെയ്യില്ല. ആ ഒരു ചേഞ്ച് ഇനേഷ്യ എന്ന് പറയുന്നതാണ്. നമ്മൾ നിൽക്കുന്ന സ്റ്റേറ്റിൽ നമുക്ക് മാറാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു എൻവയോൺമെന്റൽ ചേഞ്ചിനനുസരിച്ചിട്ട് മാറാൻ ആ ഒരു ഇനേഷ്യ ഓവർകം ചെയ്യാൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ സ്ട്രാറ്റജിക്കലി തിങ്ക് ചെയ്യാൻ, ക്രിയേറ്റിവിറ്റി കൂട്ടാനും അതുപോലെ തന്നെ ഇന്നോവേഷൻസിനൊക്കെ ഈ പറയുന്ന രീതിയിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യാനൊക്കെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. ക്ലിയർ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത് ഇതൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങൾ വായിച്ചാൽ മതി. ചേഞ്ച് എക്സാം ബേസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് പോകുന്നത് കേട്ടോ. അടുത്ത് വരുന്നതാണ് സ്മാർട്ട് ഫ്രെയിം വർക്ക്. ഓൾറെഡി ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. സോ ലാസ്റ്റ് ടൈം ചോദിച്ചു എന്നുള്ള ഒരു വിഷയം മാത്രം ഇതിലുണ്ട്. അല്ലെങ്കിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ചോദിക്കില്ലെന്നല്ല, അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും നോക്കിയിട്ട് പോയിക്കോ, കുറച്ച് സമയമല്ലേ വേണ്ടുള്ളൂ. സ്മാർട്ട് ഫ്രെയിം വർക്ക് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിരിക്കണം. കൃത്യമായിട്ട് നമുക്ക് എന്താ വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ക്ലിയർലി ഡിഫൈൻസ് വാട്ട് നീഡ്സ് ടു ബി അച്ചീവ്. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഫോക്കസ് കൂട്ടാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനും എഫക്റ്റീവ്നെസ് കൂട്ടാനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ വരുന്നതാണ് മെഷറബിൾ ആയിരിക്കണം. പെർഫോമൻസ് ക്യാൻ ബി ഇവാലുവേറ്റഡ് യൂസിങ് ക്ലിയർ മെട്രിക്സ് ഓഫ് സ്റ്റാൻഡേർഡ്സ്, ഹെൽപ്സ് ട്രാക്ക് പ്രോഗ്രസ് ആൻഡ് ഔട്ട്കംസ്. നമുക്കത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ വിചാരിച്ചതിലേക്ക് എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റണ്ടേ. ഓക്കെ, മെഷറബിൾ ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമ്മുടെ പ്രോഗ്രസ് എത്രത്തോളം ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാക്ക് ചെയ്യാനും മറ്റൊക്കെ പറ്റുള്ളൂ. പിന്നെ വരുന്നതാണ് അറ്റൈനബിൾ. അറ്റൈനബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഞാൻ പറഞ്ഞു ചാലഞ്ചിങ് ആവുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ അതെന്തായിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം. ക്ലിയർ? നമ്മൾ അവൈലബിൾ റിസോഴ്സും ക്യാപ്പബിലിറ്റി ഒക്കെ നമ്മൾ നോക്കണം. അതൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ വെച്ചിട്ട് കാര്യമുള്ളൂ. പിന്നെ വരുന്ന റെലവെന്റ് ആണ്. നമ്മൾ ഗോൾസ് ആൻഡ് സ്ട്രാറ്റജീസുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ക്ലിയർ? ഇൻഡിവിജ്വൽ എടുക്കുന്ന എഫേർട്ടുകൾ നമ്മുടെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, വാല്യൂസ് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. പിന്നെ വരുന്നതാണ് ടൈം ബേസ്ഡ്. ഏതെങ്കിലും കാലം ആക്കിയിട്ട് കാര്യമില്ല, നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ടൈം ലൈൻസും അതുപോലെ തന്നെ ഡെഡ് ലൈൻസും ഒക്കെ നമുക്ക് വേണം. ക്രിയേറ്റ്സ് അർജൻസി ആൻഡ് എനേബിൾസ് ടൈംലി പെർഫോമൻസ് ഇവാലുവേഷൻ. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ടൈം ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ അർജന്റായിട്ട് ആ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ നോക്കുള്ളൂ. ക്ലിയർ? പിന്നെ വരുന്നതാണ് ഫാസ്റ്റ് ഫ്രെയിം വർക്ക്. ഫാസ്റ്റ് ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെടുത്തിയുള്ള പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രീക്വൻലി, അതായത് കുറച്ചും കൂടെ ഇപ്പോഴത്തെ ന്യൂജൻ കൺസെപ്റ്റ് പ്രകാരം
സ്മാർട്ട് ഫ്രെയിം വർക്കിനേക്കാളും കുറച്ചും കൂടെ റെലവെന്റ് ആയിട്ട് വരുന്ന ഫാസ്റ്റ് ഫ്രെയിം വർക്കാണ്. അത് ഫ്രീക്വൻലി ഡിസ്കസ്ഡ് ആയിരിക്കും. നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യണം, ഇതിനുമായി ബന്ധപ്പെടുത്തി റിവ്യൂ ഒക്കെ നടത്തി ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കണം. അതിലേക്ക് വേണ്ട റിസോഴ്സും മറ്റു കാര്യങ്ങൾ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇത് ആംബീഷ്യസ് ആയിരിക്കണം. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ചാലഞ്ചിങ് ആയിരിക്കണം, അതുപോലെ തന്നെ അച്ചീവബിൾ ആയിരിക്കണം. ക്ലിയർ, നമുക്ക് നേടാൻ പറ്റുന്നതായിരിക്കണം. എന്നാൽ കുറച്ച് വളരെ എളുപ്പമുള്ളത് വെക്കാനും പാടില്ല. പിന്നെ സ്പെസിഫിക് ആയിരിക്കണം. അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. പിന്നെ ട്രാൻസ്പെറൻറ്റ്, അതായത് ഗോൾസും അച്ചീവ്മെൻറ്റും നമ്മൾ എല്ലാവർക്കും വിസിബിൾ ആവുന്ന രീതിയിൽ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഇപ്പം ആ ഒരു എന്താ പറയുക, ഓപ്പൺനെസ് എൻകറേജ് ചെയ്യുന്നതും അക്കൗണ്ടബിലിറ്റി കൂട്ടുന്നതും ഒക്കെ സ്വാഭാവികമായിട്ടും ഓർഗനൈസേഷനിലുള്ള ആളുകൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ക്ലിയർ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അതിലുള്ള ബാക്കിയുള്ള വിഷയങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം പറഞ്ഞത്. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജസും അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. പിന്നെ നമ്മൾ അടുത്ത ഡിസ്കഷൻ പോകുന്നത് ബാലൻസ്ഡ് സ്കോർ കാർഡ്. ബാലൻസ്ഡ് സ്കോർ കാർഡ് എന്ന് പറയുന്നത് ഇത് സ്ട്രാറ്റജിക് പെർഫോമൻസ് മാനേജ്മെന്റ് ടൂൾ. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒരു വിഷൻ ആൻഡ് മിഷനെ നമ്മൾ നമ്മുടെ എന്താ പറയുക ഒരു മെഷറബിൾ ഒബ്ജക്റ്റീവായിട്ട് മാറ്റുന്നത് ഈ ബാലൻസ്ഡ് സ്കോർ കാർഡിലാണ്. ഒബ്ജക്റ്റീവ്സ് നമുക്ക് രണ്ടാക്കി തിരിക്കാൻ പറ്റും. വി ഹാവ് ഫൈനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ്. ഇപ്പം റവന്യൂ കൂട്ടുക, പ്രോഫിറ്റ്സ് കൂട്ടുക, EPS കൂട്ടുക, ക്യാഷ് ഫ്ലോ കൂട്ടുക, ഷെയർ ഹോൾഡറുടെ വാല്യൂ കൂട്ടുക, ഇതൊക്കെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇതല്ലാതെ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സും ഉണ്ട്. ലൈക്ക് നമ്മുടെ കോമ്പറ്റേറ്റീവ് പൊസിഷൻ ആൻഡ് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ഇമ്പ്രൂവ് ചെയ്യുക. അതായത് ഇപ്പോൾ മാർക്കറ്റ് ഷെയർ കൂട്ടുക, മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനേക്കാളും കുറച്ചും കൂടെ കോസ്റ്റ് കുറച്ചിട്ട് ചെയ്യാൻ പറ്റുക, ടെക്നോളജിക്കൽ ക്യാപ്പബിലിറ്റീസും പുതിയ പോലെ പ്രൊഡക്റ്റൊക്കെ ലോഞ്ച് ചെയ്യുക. ക്ലിയർ, ഇതൊക്കെ എന്ത് റിലേറ്റഡ് ഒബ്ജക്റ്റീവാണ്, സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവാണ്. അപ്പോൾ ബാലൻസ് സ്കോർ കാർഡുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് 4 പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. വി ഹാവ് ഫൈനാൻഷ്യൽ പെർസ്പെക്റ്റീവ്, കസ്റ്റമർ പെർസ്പെക്റ്റീവ്, ഇന്റേണൽ ബിസിനസ് പ്രോസസ് പെർസ്പെക്റ്റീവ്, ലേണിംഗ് ആൻഡ് ഗ്രോത്ത് പെർസ്പെക്റ്റീവ്. ഇങ്ങനെ 4 പെർസ്പെക്റ്റീവാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. ഫൈനാൻഷ്യൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഫൈനാൻഷ്യൽ റിസൾട്ട് ആയിട്ടുള്ള റവന്യൂ, പ്രോഫിറ്റബിലിറ്റി, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ, ക്യാഷ് ഫ്ലോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് കസ്റ്റമർ പെർസ്പെക്റ്റീവ്. കസ്റ്റമർ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ മെഷേഴ്സ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ലൈക്ക് മാർക്കറ്റ് ഷെയർ ആൻഡ് കസ്റ്റമർ ലോയൽറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന കസ്റ്റമർ പെർസ്പെക്റ്റീവ് ആണ്. കസ്റ്റമർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്നൊക്കെ. പിന്നെ വരുന്നതാണ് ഇന്റേണൽ ബിസിനസ് ആൻഡ് പ്രോസസ് പെർസ്പെക്റ്റീവ്. അതിൽ നമ്മൾ ഇന്റേണൽ പ്രോസസ്സുകൾ എത്രത്തോളം നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിൽ എത്തുന്നുണ്ട്, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സക്സസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്റേണൽ ബിസിനസ് പ്രോസസ് പെർസ്പെക്റ്റീവ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നതാണ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത് പെർസ്പെക്റ്റീവ്. എംഫസൈസസ് എംപ്ലോയി സ്കിൽസ്, ഇന്നോവേഷൻ, അഡാപ്റ്റബിലിറ്റി ആൻഡ് ഓർഗനൈസേഷണൽ ഇംപ്രൂവ്മെന്റ്. സ്വാഭാവികമായിട്ടും നമ്മൾ എംപ്ലോയി സ്കിൽസും ഇന്നോവേഷൻ ഇതിനൊക്കെ നമ്മളിങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കണം, ലേൺ ചെയ്തുകൊണ്ടിരിക്കണം. പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത് പെർസ്പെക്റ്റീവ്. അങ്ങനെ 4 പെർസ്പെക്റ്റീവ്സ് ബാലൻസ്ഡ് സ്കോർ കാർഡിനുണ്ട്. ക്ലിയർ, ആൻഡ് ദ വെരി ലാസ്റ്റ് തിങ് ദാറ്റ് ഈസ് EVA, ഡ്രൈവൻ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, അല്ലെങ്കിൽ എക്കണോമിക് പ്രോഫിറ്റ് എന്നൊക്കെ പറയും. ഇത് വളരെ ചുരുക്കിയിട്ട് ഒരു എന്താ പറയുക കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളിലേക്ക് കുറച്ച് കണ്ടന്റ് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ EVA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവൻ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് അല്ലെങ്കിൽ എക്കണോമിക് പ്രോഫിറ്റ് എന്നൊക്കെ പറയുന്നത്, അതായത് ശരിക്കും നമ്മൾ ഈ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പലരും ചെയ്യുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരതിന് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൺസിഡർ ചെയ്യില്ല. ചിലപ്പോൾ 10 ലക്ഷത്തിന് ലോൺ എടുത്തിട്ടായിരിക്കും ബിസിനസ് ചെയ്തിട്ടുണ്ടാവും. ഈ 10 ലക്ഷം ലോണിൻ്റെ മേലെ ഒരു 10% ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് പോകാനുണ്ട്. അപ്പോൾ നമുക്കവിടെ ബിസിനസ് ചെയ്തിട്ട് ഈ 1 ലക്ഷത്തിനേക്കാളും കൂടിയ എമൗണ്ട് കിട്ടുന്നത് മാത്രമാണ് നമ്മുടെ ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഒരു 1.5 ലക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം ഇൻട്രസ്റ്റ് കഴിച്ചാൽ ബാക്കി 50,000 രൂപയാണ് നമ്മുടെ എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറയും. അതേസമയം നമുക്ക് 80,000 രൂപ കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കവിടെ പ്രോഫിറ്റ് ഇല്ല എന്നുള്ളതാണ്, എക്കണോമിക് പ്രോഫിറ്റ് ഇല്ല എന്നുള്ളതാണ്. അവിടെ കൊടുത്തിട്ട് EVA ഈക്വൽ ടു നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറക്കുന്നതാണ്. ക്ലിയർ, അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറച്ചിട്ട് ബാലൻസ് ഉള്ളത് മാത്രമാണ് നമ്മുടെ എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് അവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ എന്താ പറയുക സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക പെർഫോമൻസ് ഇവാലുവേഷൻ മാനേജേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ക്യാപിറ്റൽ ലൊക്കേഷൻ ഡിസിഷൻ, എവിടെയാണ് കൂടുതൽ പ്രോഫിറ്റ് അവിടെ ക്യാപിറ്റൽ അലോക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ക്യാപിറ്റൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള യൂസേജ് നടക്കും. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് അതിനെ ബേസ് ചെയ്തിട്ടുള്ള നല്ല രീതിയിലുള്ള വാല്യൂ ക്രിയേഷൻ ഒക്കെ ഇതിലൂടെ ഉണ്ടാവും. ക്ലിയർ, അപ്പം ഇത്രയാണ് നമ്മൾ ചാപ്റ്റർ 1 ബന്ധപ്പെടുത്തിയിട്ട് ഒരു ഡിസ്കഷൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ചാപ്റ്റർ 1 എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മൾ റെഗുലർ ക്ലാസ്സസിലേക്ക് വരുന്ന സമയത്ത് അത്രയും അധികം സമയം എടുത്തിട്ട് ഡിസ്കസ് ചെയ്ത് ഏറ്റവും കൂടുതൽ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യാറുള്ള ചാപ്റ്റർ 1 ദാറ്റ് ഇസ് ടു എസ്റ്റാബ്ലിഷ് ദ സബ്ജക്ട്. ആ സബ്ജക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന സമയം. പക്ഷെ ആ രീതിയിലല്ല ഒരിക്കലും നമ്മൾ നമ്മുടെ എന്താ പറയുക റാപ്പിഡ് റിവിഷൻ പോലത്തെ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യുന്നു. ക്ലിയർ, അത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. കുറഞ്ഞ സമയത്തിൽ കുറച്ചധികം ഏരിയാസ് കവർ ചെയ്യുക. പിന്നെ ഇതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ക്ലിയർ, അപ്പോൾ നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോകുന്നത് ചാപ്റ്റർ 2 ഓക്കെ.
സോ അടുത്തത് സ്ട്രാറ്റജിക് അനാലിസിസ് ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനിങ്. അതിൽ ബിസിനസ് എൻവയോൺമെന്റ് അനാലിസിസുമായി ബന്ധപ്പെടുത്തിയുള്ള കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, അതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നോട്ട് റെലവൻറ്റ് ഫോർ യു എക്സാംസ്. ഒരു സബ്ജക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി കൊടുക്കുന്ന സാധനങ്ങളാണ്. ബിസിനസ് എൻവയോൺമെന്റ് മുഖ്യമായിട്ടും 4 ലെയേഴ്സ് ആണുള്ളത്. ഏറ്റവും ഇന്റേണൽ ആയിട്ട് വി ഹാവ് ഓർഗനൈസേഷൻ, അതിന് തൊട്ട് പുറത്തായിട്ട് കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് മാർക്കറ്റ്സ് ഉണ്ട്, അതിന് തൊട്ട് പുറത്തായിട്ട് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് ഉണ്ട്, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിൽ മാക്രോ എൻവയോൺമെന്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരു സംശയം ഉണ്ടാവും ചിലർക്കെങ്കിലും, ഇതിപ്പം ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ തമ്മിൽ തന്നെ കോമ്പീറ്റ് ചെയ്യുന്നു, പിന്നെ ഇതിനെ 2 ഡിഫറെൻറ്റ് ലെയേഴ്സ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയിൽ എല്ലാവരും തമ്മിൽ കോമ്പീറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ മെഴ്സിഡീസ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുള്ള ഒരു ബ്രാൻഡാണ് അല്ലേ. എന്നിട്ട് കരുതി മെഴ്സിഡീസ് ഒരിക്കലും ഹ്യൂണ്ടായുമായിട്ടോ അല്ലെങ്കിൽ ഇപ്പം സുസുക്കിയുമായിട്ടോ അല്ലെങ്കിൽ മഹേന്ദ്രയായിട്ടോ ഒന്നും കോമ്പീറ്റ് ചെയ്യുന്നില്ല. അവർ കോമ്പീറ്റ് ചെയ്യുന്ന മറ്റൊരു സെഗ്മെന്റിലാണ്. എല്ലാവരും മാർക്കറ്റിൽ എല്ലാവരും തമ്മിൽ എന്തില്ല, ഇൻഡസ്ട്രിയിൽ എല്ലാവരും തമ്മിൽ കോമ്പറ്റീഷൻ ഇല്ല. അപ്പോൾ ഇങ്ങനെ 4 ലെയേഴ്സ് ആണുള്ളത്. ഇതിനെ അനലൈസ് ചെയ്യുന്നതും മറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. ഓരോ മാക്രോ എൻവയോൺമെന്റ് എന്താണ്, ഇൻഡസ്ട്രി സെക്ടർ എന്താണ്, കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റ്സ് എന്താണെന്നുള്ളതുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ നേരെ പോകുന്നത് ബിസിനസ് എൻവയോൺമെന്റ് ക്യാരക്ടറിസ്റ്റിക്സിലേക്കാണ്. ഇത് പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ഒന്ന്, എൻവയോൺമെന്റ് കോംപ്ലക്സ് ആണ്. കാരണം എൻവയോൺമെന്റ് ഒരുപാട് അതിനെ എഫക്ട് ചെയ്യുന്ന ഒരുപാട് ഇവന്റുകളും കണ്ടീഷൻസും ഇൻഫ്ലുവൻസസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു വോളായിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മളതിന് പല സെഗ്മെന്റുകളും പല കമ്പാർട്ട്മെന്റുകളായിട്ടൊക്കെ അനലൈസ് ചെയ്യുന്നത് എളുപ്പമാണെന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് എൻവയോൺമെന്റ് ഡൈനാമിക് ആണ്. എൻവയോൺമെന്റിൽ ഇത്രയധികം കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കോൺസ്റ്റന്റ്ലി ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എക്കണോമിക്കിൽ വരുന്ന ട്രെൻഡ്സ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ്, റെഗുലേറ്ററി ചേഞ്ചസ്, ഇങ്ങനത്തെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് അഡാപ്റ്റബിൾ ആയി നിന്നുകൊണ്ട് ഈ പുതിയ മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ട് റെസ്പോൺസീവായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ നിൽക്കാൻ. പിന്നെ വരുന്നതാണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മൾട്ടി ഫേസേറ്റഡ്. എൻവയോൺമെന്റ് എന്ന് പറയുന്നത് മൾട്ടി ഫേസേറ്റഡ് ആണ്. മൾട്ടി ഫേസേറ്റഡ് ഇൻ ദ സെൻസ് എന്താ പറയാ, പോയിന്റ് ഓഫ് വ്യൂ. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഓരോരുത്തർ എങ്ങനെ നോക്കി കാണുന്നുള്ളതനുസരിച്ച് ഒരാൾ തന്നെ ഒരു സാധനത്തിനെ കാണുന്ന ഓപ്പർച്യൂണിറ്റി ആയിട്ടാണെങ്കിൽ മറ്റൊരാൾ അതിനെ കാണുന്നത് ചിലപ്പോൾ ത്രെട്ട് ആയിട്ടായിരിക്കും. കോവിഡിനെ ത്രെട്ട് ആയിട്ടാണ് പലരും കണ്ടിരുന്നെങ്കിലും അതിനെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ടായിരുന്നു. ലൈക്ക് ഓൺലൈൻ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഈ സാനിറ്റൈസേഴ്സ്, അതുപോലെ മാസ്ക് പോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ. അപ്പോൾ ഒരു സാധനത്തിന് തന്നെ ലൈക്ക് 2 രീതിയിൽ നമ്മൾ ചിലപ്പോൾ കാണും. പെർസെപ്ഷൻസ് വേരി എമംഗ് ഇൻഡിവിജ്വൽസ് ലീഡിങ് ടു ഡിഫറെൻറ്റ് ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് ചേഞ്ചസ്. പലരും പല രീതിയിലാണ് ഇതിൻ്റെ ചേഞ്ചുകൾ ഇന്റർപ്രറ്റ് ചെയ്യാറുള്ളത്. ചേഞ്ചസ് മേ ബി സീൻ ആസ് ഓപ്പർച്യൂണിറ്റി ബൈ സം, അതുപോലെ തന്നെ ചിലർ അതിനെ ത്രെട്ട് ആയിട്ടാണ് കാണാം. പിന്നെ ഇതിന് ഭയങ്കര ഫോർ റീച്ചിങ് ഇമ്പാക്റ്റ് ഉണ്ട്. ഒരു ഓർഗനൈസേഷൻ്റെ ഗ്രോത്ത്, പ്രോഫിറ്റബിലിറ്റി, സക്സസിൽ ഇതിന് ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്. കാരണം എൻവയോൺമെന്റിൽ വരുന്ന ഒരൊറ്റ മാറ്റം മതി ചിലപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ എൻ്റയർ കിളിയൻ അടിച്ചു. ചേഞ്ചസ് ക്യാൻ എഫക്ട് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഓപ്പറേഷൻസ്. ഈവൻ സർവൈവൽ പോലും ചിലപ്പം ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ബിസിനസ് എൻവയോൺമെന്റ് ക്യാരക്ടറിസ്റ്റിക്സുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉള്ളത്. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്നതാണ് യൂണിറ്റ് 2, ദാറ്റ് ഈസ് പോർട്ടേഴ്സ് വാല്യൂ ചെയിൻ. ശ്രദ്ധിക്കാം, പോർട്ടേഴ്സ് വാല്യൂ ചെയിൻ നമുക്ക് പ്രൈമറി ആക്ടിവിറ്റീസ് ആയിട്ട് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് ഉണ്ട്. നമുക്ക് ഇങ്ങോട്ട് ഇൻടേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻപുട്ടിനെ നമ്മൾ ഔട്ട്പുട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ഓപ്പറേഷൻസിൽ പറയുന്നത്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ആളുകളിലേക്ക് സാധനം പ്രൊവൈഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ് പറയുന്നത്. ചുമ്മാ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വെച്ചിട്ട് കാര്യമില്ല, അത് സെയിൽ ചെയ്യണം, അതുപോലെ അതിന് വേണ്ട മാർക്കറ്റിംഗ് ചെയ്യണം, പിന്നെ നമ്മൾ സെയിൽ ചെയ്തതിന് ശേഷമുള്ള സർവീസ് കൊടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരം കാര്യങ്ങളൊക്കെ പ്രൈമറി ആക്ടിവിറ്റീസിലാണ് വരുന്നത്. നമുക്ക് വേണ്ട റിസോഴ്സും മറ്റു കാര്യങ്ങളൊക്കെ പ്രൊക്യൂർ ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ വരുന്ന സപ്പോർട്ട് ആക്ടിവിറ്റീസിലാണ്. പ്രൊക്യൂർമെന്റ്, അതുപോലെ തന്നെ വേണ്ട ടെക്നോളജി ഡെവലപ്മെന്റ്, ആവശ്യത്തിനുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഫേമിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെ സപ്പോർട്ട് ആക്ടിവിറ്റീസിലാണ് വരുന്നത്. പിന്നെ വരുന്നതാണ് പോർട്ടേഴ്സ് 5 ഫോഴ്സസ് ഫ്രെയിംവർക്ക്. മൊത്തം 5 ഫോഴ്സുകളാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 5 ഫോഴ്സസ് ഫ്രെയിംവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യുന്നത് സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് ലെവലിൻ്റെ അടിസ്ഥാനത്തിലാണ്, SBU ലെവലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുക, ഈ പറയുന്ന പോർട്ടേഴ്സ് 5 ഫോഴ്സസ് ഫ്രെയിംവർക്ക് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുക, അല്ലാതെ എൻ്റയർ ഓർഗനൈസേഷൻ്റെ മേലെയല്ല. പിന്നെ ഇതൊരു ഓൺഗോയിങ് അനാലിസിന് വേണ്ടിയിട്ടാണ് യൂഷ്വലി യൂസ് ചെയ്യുക, അല്ലാതെ ഒരു സിംഗിൾ വൺ ടൈം സ്നാപ്ഷോട്ട് എന്നുള്ള രീതിയിലല്ല ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ കോമ്പറ്റേറ്റീവ് ഫോഴ്സസും സ്ട്രക്ചറൽ ഡ്രൈവേഴ്സും തമ്മിലുള്ള കണക്ഷൻസ് മനസ്സിലാക്കാനൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ 5 ഫോഴ്സസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് അല്ല, ഇതെല്ലാം എന്താണ് കണക്റ്റഡ് ആണ്, എല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. പിന്നെ നമ്മളിത് എങ്ങനെ ഇതിനെ എന്താ പറയുക അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളതിനല്ല, ചിലപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഫോഴ്സസിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് ബിഹേവിയറിന്റെ ഭാഗമായിട്ട് വരുന്ന വിഷയങ്ങളാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇതിൽ 5 ഫോഴ്സുകളുണ്ട്. അതിൽ ആദ്യം വരുന്നതാണ് റിസ്ക് ഓഫ് എൻട്രി ബൈ പൊട്ടൻഷ്യൽ കോമ്പറ്റീറ്റേഴ്സ്. പൊട്ടൻഷ്യൽ കോമ്പറ്റീറ്റേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിലേക്ക് കടന്നു വരാൻ പറ്റുന്ന ആളുകളെയാണ് നമ്മൾ ഈ എൻട്രി എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത്. അതായത് മാർക്കറ്റ് ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന പുറത്തുള്ള പൊട്ടൻഷ്യൽ ആയിട്ട് കോമ്പറ്റീറ്റേഴ്സ്. ക്ലിയർ? ഒരുപാട് എന്താ പറയുക റിസ്ക് ഓഫ് എൻട്രി സ്വാഭാവികമായിട്ടും ഉണ്ടെങ്കിൽ, ഇപ്പോൾ അതായത് ബാരിയർ കൂടുതലുണ്ടെങ്കിൽ ആൾക്കാർ പെട്ടെന്നൊന്നും കയറി വരില്ല. അതേസമയം റിസ്ക് ഓഫ് എൻട്രി കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് റിസ്ക് ആണ്.
റിസ്ക് ഓഫ് ഇത് വരുന്നതിന് വലിയ എന്താ പറയുക ബുദ്ധിമുട്ടില്ലെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് കയറിയിട്ട് ഇൻഡസ്ട്രിയിൽ വരും. ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. മാർക്കറ്റ് ഷെയറിൻ്റെ ഒരു പോർഷൻ അവരും കൊണ്ടുപോകും. സ്വാഭാവികമായിട്ടും അത് നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യും, അത് ബാധിക്കുകയും ചെയ്യും. ഹൈ എൻട്രി ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പൊട്ടൻഷ്യൽ കോമ്പറ്റീറ്റേഴ്സിന് എന്ത് ചെയ്യും, അത് തടയും. ക്ലിയർ. ഈവൻ ഹൈ ഇൻഡസ്ട്രി പ്രോഫിറ്റ്സ് ഉണ്ടെങ്കിൽ പോലും കയറി വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യില്ല, ആൾക്കാർ പെട്ടെന്നൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ കോമ്പറ്റീറ്റേഴ്സ് വരില്ല. അപ്പോൾ ഇതിൽ കുറച്ച് ടിപ്പിക്കൽ ബാരിയേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൺ ഈസ് എക്കോണമീസ് ഓഫ് സ്കെയിൽ, ആൻഡ് അതർ വൺ ഈസ് ബ്രാൻഡ് ലോയൽറ്റി, ആൻഡ് അതർ വൺ ഈസ് അബ്സല്യൂട്ട് കോസ്റ്റ് ആൻഡ് വിറ്റ്നേജസ്, കസ്റ്റമർ സ്വിച്ചിങ് കോസ്റ്റ്, ഗവൺമെന്റ് റെഗുലേഷൻ. എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ബിഗ് സ്കെയിലിൽ ഈ മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടേക്ക് ഒരു പുതിയ ന്യൂ കമ്മറിന് പെട്ടെന്ന് വരാൻ കഴിയില്ല. അതും കോസ്റ്റ് അഡ്വാൻറ്റേജ് ഒക്കെ കണക്റ്റഡ് ആണ്. കാരണം ഇവർ ഒരുപാട് യൂണിറ്റ്സ് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെ പെർ യൂണിറ്റ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി ലോവർ സൈഡിലായിരിക്കും. അപ്പം അത്രയും കോസ്റ്റ് കുറച്ചിട്ട് ഇവർക്ക് ഇത് പ്രൊഡക്ഷൻ ചെയ്യാനും മറ്റൊക്കെ പറ്റും. അതേസമയം പുതിയതായിട്ട് എൻ്റർ ചെയ്യുന്ന ആളുകൾക്ക് അത് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്നതാണ് ബ്രാൻഡ് ലോയൽറ്റി. ഇപ്പം ഈവൻ ചില ബെറ്റർ പ്രൊഡക്ട്സ് വന്നാൽ പോലും നമ്മൾ ചില ബ്രാൻഡുകൾ വിട്ട് പോകില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബ്രാൻഡ് ലോയൽറ്റി നമ്മുടെ മേലെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതും ഒരു അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അവിടേക്കും പെട്ടെന്ന് പുറത്ത് ആളുകൾ എന്ത് ചെയ്യില്ല, ഇൻഡസ്ട്രിയിലേക്ക് കയറി വരില്ല. പിന്നെ വരുന്നതാണ് കസ്റ്റമറുടെ സ്വിച്ചിങ് കോസ്റ്റ്. പക്ഷെ ചിലർക്ക് മാറാൻ താല്പര്യം ഉണ്ടാവും, പക്ഷെ എന്നാലും അവരെന്ത് ചെയ്യില്ല, മാറില്ല. കാരണം ഇതിന് സ്വിച്ചിങ് കോസ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ആൻഡ്രോയിഡ് ടു ഐഫോൺ, ഐഫോൺ ടു ആൻഡ്രോയിഡ് എന്നൊക്കെ മാറണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചിലർ മാറില്ല. കാരണം അവിടെ ചിലപ്പോൾ ഡാറ്റ മറ്റും മാറ്റുന്നൊക്കെ ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതുപോലെ ഈ ബ്രോഡ്ബാൻഡിന് ഇന്റർനെറ്റ് കണക്ഷൻസിൻ്റെ കേസും ഞാനിത് പറയാറുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ അത്യാവശ്യം പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ മോഡവും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ വേറെ നെറ്റ്വർക്കിലേക്ക് പോകുമ്പോൾ വീണ്ടും ഫർദർ വേറൊരു മോഡവും സാധനമൊക്കെ മേടിക്കണം എന്നുള്ള സാഹചര്യം വരുമ്പോൾ മാറാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ മാറില്ല. പിന്നെ ഗവൺമെന്റ് റെഗുലേഷൻസ് ഒരു ഇമ്പോർട്ടൻസ് സാധനമാണ്. ഇപ്പോൾ എയർലൈൻസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സൂര്യപുത്ര എന്ന് പറയുന്ന സൂര്യയുടെ പടക്കം കണ്ടിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എയർലൈൻസ് ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. കുറച്ചധികം ഡിഫിക്കൽട്ടീസ് അതുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ആളുകൾ എന്ത് ചെയ്യില്ല, അത്തരം ബിസിനസ്സിലേക്ക് എൻ്റർ ആവില്ല. ക്ലിയർ. ഓക്കെ. പിന്നെ പോർട്ടേഴ്സ് 5 ഫോഴ്സസ് ഫ്രെയിംവർക്കിലെ അടുത്തൊരു ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റൈവൽറി എമംഗ് എസ്റ്റാബ്ലിഷ്ഡ് കമ്പനീസ് ആണ്. റൈവൽറി റെഫേഴ്സ് ടു ദ കോമ്പറ്റീഷൻ എമംഗ് കമ്പനീസ് വിത്തിൻ ആൻ ഇൻഡസ്ട്രി ടു ഗെയിൻ മാർക്കറ്റ് ഷെയർ. അതായത് ഓർഗനൈസേഷനിലേക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാവും ഇൻഡസ്ട്രിയിൽ, അവർ തമ്മിൽ മാർക്കറ്റ് ഷെയർ ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കോമ്പറ്റീഷനാണ് നമ്മൾ റൈവൽറി എന്നൊക്കെ പറയുന്നത്. ഇവിടെ കമ്പനി നമ്മൾ പല രീതിയിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. പ്രൈസ് വെച്ചിട്ട് കോമ്പീറ്റ് ചെയ്യാം, ലോ പ്രൈസ് കൊടുത്തിട്ട് കോമ്പീറ്റ് ചെയ്യാം, പ്രൊഡക്റ്റിൻ്റെ ഡിസൈൻ ബെറ്റർ ആക്കിയിട്ട് കോമ്പീറ്റ് ചെയ്യാം. കാറുകളിലൊക്കെ പൊതുവെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഈവൻ ചോക്ലേറ്റ്സിൽ പോലും അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ അഡ്വർടൈസിങ് യൂസ് ചെയ്തിട്ട് കോമ്പീറ്റ് ചെയ്യാം, ഡയറക്റ്റ് സെല്ലിംഗ്, ആഫ്റ്റർ സെയിൽസ് സർവീസ് ബെറ്റർ ആക്കിയിട്ട് കോമ്പീറ്റ് ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. ഇന്ത്യൻ സൈഡിൽ റൈവൽറി നടക്കുന്ന സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ട് പ്രൈസ് ഭയങ്കരമായിട്ട് കുറച്ച് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അവിടെ കോസ്റ്റ് ഭയങ്കരമായിട്ട് ഹൈ ആവുകയും ചെയ്യും. കാരണം നമുക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റി പ്രൊഡക്ട്സ് ഒക്കെ കൊടുക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യും, പ്രോഫിറ്റ്സിന് ഭയങ്കരമായിട്ട് സ്ക്വീസ് ചെയ്യും, ഭയങ്കരമായിട്ട് പ്രോഫിറ്റ്സ് കുറയ്ക്കും. അത് നമുക്ക് പ്രോഫിറ്റബിലിറ്റിക്ക് നല്ല രീതിയിലുള്ള ത്രെറ്റ് ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ വരുന്നത് ലെസ് ഇൻറ്റൻസ് റൈവൽറി അലോസ് കമ്പനീസ് ടു റൈസ് ഇൻ പ്രൈസസ് ഓർ കട്ട് സ്പെൻഡിങ് പൊട്ടൻഷ്യലി ഇൻക്രീസിങ് പ്രോഫിറ്റ്സ്. അതായത് റൈവൽറി കുറവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള പ്രൈസ് കീപ്പ് ചെയ്യാൻ പറ്റും. ക്ലിയർ. നല്ല കോസ്റ്റ് ഒന്നും ഇൻകർ ആവില്ല. സ്വാഭാവികമായിട്ട് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ്സ് ഇൻക്രീസ് ചെയ്യാനും പറ്റും. അതുമായി ബന്ധപ്പെടുത്തിയുള്ള 4 കീ ഫാക്ടേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയുടെ കോമ്പറ്റേറ്റീവ് സ്ട്രക്ചർ, ഡിമാൻഡ് കണ്ടീഷൻസ്, കോസ്റ്റ് കണ്ടീഷൻസ്, ഐറ്റ് ഓഫ് എക്സിറ്റ് ബാരിയേഴ്സ്. ഐറ്റ് ഓഫ് എക്സിറ്റ് ബാരിയേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിൽ നിന്ന് ആളുകൾക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം. എക്സിറ്റ് ചെയ്യുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ സാധാരണ സ്വാഭാവികമായിട്ട് അവർ എന്ത് ചെയ്യേണ്ടി വരും, മാർക്കറ്റിൽ അവിടെ നിൽക്കേണ്ടി വരും. അങ്ങനെ അവിടെ നിൽക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ എന്ത് ചെയ്യേണ്ടി വരും, കോമ്പറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ കോമ്പറ്റീഷൻ കുറച്ചും കൂടെ ഹൈ ആവാൻ ചാൻസസ് ഉണ്ട്. അടുത്തൊരു മെയിൻ ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബാർഗെയിനിങ് പവർ ഓഫ് ബയർ ആണ്. ദ ബാർഗെയിനിങ് പവർ ഓഫ് ബയർ റെഫേഴ്സ് ടു ദെയർ എബിലിറ്റി ടു നെഗോഷിയേറ്റ് ലോവർ പ്രൈസസ് ഓർ ഡിമാൻഡ് ബെറ്റർ ക്വാളിറ്റി ആൻഡ് സർവീസ് ഫ്രം കമ്പനീസ് ഇൻ ആൻഡ് ഇൻഡസ്ട്രി. ബാർഗെയിനിങ് പവർ ഓഫ് ബയർ എന്നുള്ളത് റെഫർ ചെയ്യുന്നതിലേക്കാണ് കുറച്ചും കൂടെ നമുക്ക് അല്ലേ എന്താ പറയുക, പ്രൈസ് കുറക്കാനുള്ള നമ്മളൊരു കഴിവിനെയാണ് നമ്മൾ ലൈക്ക് യൂഷ്വലി ബാർഗെയിനിങ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ബെറ്റർ ക്വാളിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് ഒരു ബാർഗെയിനിങ് പവറിൻ്റെ ഭാഗമാണ്. ക്ലിയർ. പവർഫുൾ ബയേഴ്സ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ പ്രോഫിറ്റ്സ് കുറയും. ക്ലിയർ. പ്രൈസസ് നമ്മൾ കുറച്ച് കൊടുക്കേണ്ടി വരും. നല്ല രീതിയിൽ കോസ്റ്റ് കൂട്ടി ക്വാളിറ്റി കൂട്ടിയിട്ട് സാധനം കൊടുക്കേണ്ടി വരും. ബയേഴ്സ് വീക്ക് പൊസിഷനിലാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഹയർ പ്രൈസിൽ വിൽക്കാനും അതുപോലെ തന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും അതിലൂടെ നമുക്ക് പ്രോഫിറ്റ്സ് ഇൻക്രീസ് ചെയ്യാനൊക്കെ സാധിക്കും. ഏതൊക്കെ സാഹചര്യങ്ങളാണ് ബയേഴ്സ് പവർഫുൾ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സപ്ലൈസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ അടുത്ത് തന്നെ വാങ്ങണം നിർബന്ധമില്ല, വേറെ സപ്ലൈയുടെ അടുത്ത് പോയിട്ട് മേടിക്കാം. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ബാർഗെയിനിങ് പവർ ഹയർ ആവും. പിന്നെ അതുപോലെ തന്നെ ബയ്യറുടെ ക്വാണ്ടിറ്റി ഓഫ് പർച്ചേസ് ഭയങ്കര ലാർജ് ആണെങ്കിൽ, വലിയ വോളിയം മേടിക്കുന്നുണ്ട് എന്നുള്ള ഒരൊറ്റ എലമെന്റിനെ ബേസ് ചെയ്തിട്ട് ക്ലിയർ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കൗണ്ട്സ് ചോദിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ആസ് എ സപ്ലയർ
ഈ ആളെ ഭയങ്കര ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവർ നമ്മുടെ മെയിൻ കസ്റ്റമറാണ്, സ്ഥിരമായിട്ട് മേടിക്കുന്ന വലിയൊരു പോർഷൻ വാങ്ങിക്കുന്ന കസ്റ്റമറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മേലെ നമുക്ക് ഡിപ്പെൻഡൻസി ഉണ്ട്, അത് അവർക്ക് ബാർഗൈനിങ് പവർ ഉണ്ടാക്കും. പിന്നെ സ്വിച്ചിങ് കോസ്റ്റ് ലോ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് കസ്റ്റമർ നമ്മളിൽ നിന്ന് വേറൊരാളിലേക്ക് പോകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്, അതും ബയ്യർക്ക് ബാർഗൈനിങ് പവർ ഉണ്ടാക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ബയ്യർ പറയണം ഞാൻ തന്നെ ചിലപ്പോൾ ഇൻഡസ്ട്രിയിൽ കയറിയിട്ട് ആ ബിസിനസ് ഞാൻ ചെയ്യുന്ന രീതിയിൽ ത്രെട്ടൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യമാണെങ്കിൽ, അവർക്ക് ഈസിലി നമ്മുടെ ഇൻഡസ്ട്രിയിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെയൊക്കെ ബാർഗൈനിങ് പവർ ഓഫ് ബയ്യർ എന്തായിരിക്കും, ഹയർ ആയിരിക്കും. പിന്നെ വരുന്ന ഡിസ്കഷൻ എന്ന് പറയുന്നത് സപ്ലയറുടെ ബാർഗൈനിങ് പവർ ആണ്. The bargaining power of suppliers refers to their ability to raise input prices or decrease quality, impacting industry cost. ബാർഗൈനിങ് പവർ ഓഫ് സപ്ലയർ ഇവിടെ നമ്മൾ റെഫർ ചെയ്യുന്നത് എന്തിലേക്കാണ്, നമ്മുടെ ഒരു ഇൻപുട്ട് പ്രൈസ് ഉണ്ടല്ലോ അത് കൂട്ടുക, അതുപോലെ ക്വാളിറ്റി എന്ത് ചെയ്യുക, കുറയ്ക്കുക. ടു റൈസ് ഇൻപുട്ട് പ്രൈസസ് ഓർ ഡിക്രീസ് ക്വാളിറ്റി. ക്ലിയർ? അത് സ്വാഭാവികമായിട്ടും എന്താ പറയുന്നത് വെച്ചാൽ സപ്ലയർക്ക് നല്ല രീതിയിൽ പ്രൈസ് കൂട്ടി വെക്കാൻ പറ്റും, അതുപോലെ തന്നെ ക്വാളിറ്റി കുറച്ച് കൊടുത്താലൊന്നും പ്രശ്നമില്ലാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അവിടെ സപ്ലയർക്കാണ് ബാർഗൈനിങ് പവർ ഹയർ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവിക പവർഫുൾ സപ്ലയേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അവർ നമ്മളിലേക്ക് ലൈക്ക് ഹൈ കോസ്റ്റിൽ സാധനം വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഭയങ്കരമായിട്ട് നമ്മുടെ പ്രോഫിറ്റ്സ് കുറയ്ക്കും. കാരണം നമ്മുടെ കോസ്റ്റ് കൂടുതലല്ലേ ചെയ്യുന്നത്, അവർ നമുക്ക് തരുന്ന സാധനങ്ങളുടെ പ്രൈസ് കൂടുമ്പോൾ. കൺവേഴ്സ്ലി വീക്ക് സപ്ലയർ അലോ കമ്പനി ടു നെഗോഷിയേറ്റ് ലോവർ പ്രൈസസ് ആൻഡ് ഡിമാൻഡ് ഹയർ ക്വാളിറ്റി ഇൻപുട്സ്. അതേസമയം സപ്ലൈസ് വീക്ക് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോ പ്രൈസിൽ മേടിക്കാനും അതുപോലെ തന്നെ ഹയർ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ചോദിക്കാനൊക്കെ പറ്റും. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് സപ്ലൈസ് അവിടെ പവർഫുൾ ആണെന്ന് കൊടുത്തിട്ടുണ്ട്, അധികം സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല, അതുപോലെ തന്നെ നമ്മളൊരു സിഗ്നിഫിക്കൻറ്റ് കസ്റ്റമർ അല്ല, അതുപോലെ സ്വിച്ചിങ് കോസ്റ്റ് അങ്ങനെ കാര്യമായിട്ടില്ല, അല്ലെങ്കിൽ സ്വിച്ചിങ് കോസ്റ്റ് ഹൈ ആയിട്ട് ഉണ്ട്, ഇവിടെ വരുമ്പോൾ സ്വിച്ചിങ് കോസ്റ്റ് ഹൈ ആയിട്ടുണ്ട്. ക്ലിയർ? അപ്പം നമ്മുടെ വിട്ട് പോകില്ല എന്ന് ഉറപ്പുണ്ട്. ക്ലിയർ? അതുപോലെ തന്നെ അവർക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിൽ എൻ്റർ ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ല. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയുള്ള റീസൺസിനൊക്കെ പുറത്താണ് എന്ത് വരുന്നത്, ബാർഗൈനിങ് പവർ ഓഫ് സപ്ലയർ ഹൈ ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്ട്സിൻ്റെ ത്രെട്ടാണ്. അതായത് ഇപ്പം നമുക്ക് വേറെയും ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റുകളുണ്ട്, ഇപ്പോൾ ലൈക്ക് ടീക്ക് പകരം കോഫി എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെ വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ ആളുകൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സാധനത്തിൽ നിന്ന് എന്തിലേക്ക് മാറാൻ ചാൻസസ് ഉണ്ട്, അതിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ത്രെഡ്സ് ലൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലേക്ക് പെട്ടെന്ന് പോകാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ അല്ലേ. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് പോസിറ്റ് സ്ട്രോങ് കോമ്പറ്റീവ് ത്രെഡ്. ക്ലിയർ? കാരണം അതിൻ്റെയും കൂടെ പ്രൈസ് കൺസിഡർ ചെയ്തിട്ട് മാത്രമേ നമുക്ക് നമ്മുടെ പ്രൈസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കോഫിയുടെ പ്രൈസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ടീയിലേക്കും സോഫ്റ്റ് ഡ്രിങ്ക്സിലേക്കും പോകുക എന്ന് പറയുന്നതൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടാണ്. അതേസമയം ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഭയങ്കര കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ നമുക്ക് നല്ല രീതിയിൽ പ്രൈസ് കൂട്ടാനും നല്ല പ്രോഫിറ്റ്സ് ഉണ്ടാക്കാനൊക്കെ സാധിക്കും. പിന്നെ വരുന്നതാണ് ബ്രിയോ ഫ്രെയിം വർക്ക്, വാല്യൂ, റയർനെസ്, ഇമിറ്റബിലിറ്റി, ഓർഗനൈസേഷൻ. ജസ്റ്റ് റീഡ് ചെയ്താൽ മതി. പിന്നെ ഇത് കഴിഞ്ഞ തവണ ചോദിച്ച ക്വസ്റ്റനാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു മിഷനും മേജർ ഗോൾസും സെലക്ട് ചെയ്യുക. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അനലൈസ് ചെയ്യുന്നു, ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും ഐഡന്റിഫൈ ചെയ്യുന്നു. ക്ലിയർ? പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്റേണൽ എൻവയോൺമെന്റ് അനലൈസ് ചെയ്യുന്നു, നമ്മുടെ ഓർഗനൈസേഷൻ റിസോഴ്സും ക്യാപ്പബിലിറ്റീസും കോമ്പറ്റൻസീസും ഒക്കെ നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഐഡന്റിഫൈ ചെയ്യുന്നു. ഇതിനെ നമുക്ക് സ്പോട്ട് അനാലിസിസ് എന്ന് പറയാൻ പറ്റുകയും ചെയ്യും. ഇന്റേണൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ ഈ പറയുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതിന് നമുക്ക് സ്പോട്ട് അനാലിസിസ് എന്ന് പറയാം. അങ്ങനെ ഈ സ്ട്രെങ്ത് യൂസ് ചെയ്യുന്ന രീതിയിൽ, വീക്ക്നെസ് റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ, ഓപ്പർച്യൂണിറ്റീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിൽ, ത്രെഡ്സിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സ്ട്രാറ്റജി സെലക്ട് ചെയ്യണം. ആ സെലക്ട് ചെയ്ത സ്ട്രാറ്റജിയെ നമ്മൾ എന്ത് ചെയ്യണം, ആക്ഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആ 5th സ്റ്റെപ്പ്, ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്ട്രാറ്റജി. എല്ലാ ലെവലും, ഫംഗ്ഷൻ, ബിസിനസ്, കോർപ്പറേറ്റ് എല്ലായിടത്തും നമ്മൾ എന്ത് ചെയ്യണം, അത് അപ്ലൈ ചെയ്യണം. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ആവാം, പ്രൊഡക്റ്റ് റീഡിസൈൻ ആവാം, മാർക്കറ്റ് റീപൊസിഷനിങ് ആവാം, പ്രൈസിങ് ചേഞ്ചസ് ആവാം, മെർജേഴ്സ്, അക്വിസിഷൻ, ഡൗൺ സൈസിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവാം. ക്ലിയർ? ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വെറുതെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് കാര്യം, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. അടുത്ത ഡിസ്കഷൻ വരുന്നത് സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവ്സ് ആണ്. ദ പ്രാക്ടീസ് ഓഫ് ജനറേറ്റിംഗ് സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവ്സ്. സ്മോൾ ഓർഗനൈസേഷൻസിൽ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് അവിടുത്തെ ഓണർ അല്ലെങ്കിൽ CEO ഒക്കെ തന്നെ ആയിരിക്കും. ക്ലിയർ? അതേസമയം മീഡിയം ടു ലാർജ് ഓർഗനൈസേഷനിലേക്ക് വരുന്ന സമയത്താണ് മീഡിയം ടു ലാർജ് ഓർഗനൈസേഷൻസിലേക്ക് വരുന്ന സമയത്ത് സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവ്സ് കണ്ടെത്താൻ യൂസ് ചെയ്യുന്ന കുറച്ച് കോമൺ മെക്കാനിസംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ് ആണ്. അതായത് നമ്മൾ ഒരു ടോപ്പ് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു, ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാക്കുന്നു. ഇനീഷ്യലി നമ്മൾ എവാലുവേറ്റ് ചെയ്യില്ല, പിന്നീട് നമ്മൾ ഓപ്ഷൻസ് ഒക്കെ റിവ്യൂ ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു എന്താ പറയുക ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കറക്റ്റ് ഫിക്സ് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് സ്പെഷ്യൽ മീറ്റിംഗ്സ്. സ്പെഷ്യൽ മീറ്റിംഗ്സിലേക്ക് വരുന്ന സമയത്ത് ടോപ്പ് എക്സിക്യൂട്ടീവ്സ് മീറ്റ് ഓഫ് സൈറ്റ് ടു അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ് ആൻഡ് എക്സ്പ്ലോർ ആൾട്ടർനേറ്റീവ് സ്ട്രാറ്റജീസ്. അതായത് ഇവിടെ നമ്മൾ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് നമ്മുടെ ഓർഗനൈസേഷൻ അല്ലാതെ മറ്റൊരു സ്ഥലത്ത് വെച്ചിട്ട് മീറ്റ് ചെയ്യും, ലൈക്ക് ഹോട്ടലോ റിസോർട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോയിട്ട് മീറ്റ് ചെയ്യും. അവിടെ പോയിട്ട് ഒരുപാട് ആൾട്ടർനേറ്റീവ് സ്ട്രാറ്റജീസ് എന്ത് ചെയ്യും,
ഉണ്ടാക്കും. ഇവിടെ ഉള്ളൊരു മെച്ചം എന്താ വെച്ചാൽ നമ്മുടെ ഓർഗനൈസേഷൻ മാറി നമ്മൾ റിസോർട്ടിലേക്കോ മറ്റുള്ള സ്ഥലത്തേക്ക് പോകുന്ന സമയത്തുള്ള ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മുടെ ഒരു ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ നമ്മൾ ഉണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ ചിന്തിക്കാനും നല്ല ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഡിഫറൻറ്റ് സിനാരിയോസും ആക്ഷൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. ഇതാണ് സ്പെഷ്യൽ മീറ്റിംഗ്സ്. ഇതിന് ശേഷം വരുന്നതാണ് ഔട്ട്സൈഡ് കൺസൾട്ടന്റ് എന്ന് പറയുന്നത്. ഔട്ട്സൈഡ് കൺസൾട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ പുറത്തുനിന്ന് എക്സ്പേർട്ടുകളെ കൊണ്ടുവരാണ്. ക്ലിയർ. അവർക്ക് സ്വാഭാവികമായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവായിട്ട് നല്ല രീതിയിൽ പെർസ്പെക്റ്റീവ്സും പുതിയ ഐഡിയാസ് ഒക്കെ തരാൻ പറ്റും. ക്ലിയർ. അവരുടെ എക്സ്പെർട്ടൈസ് സ്വാഭാവികമായിട്ട് നമുക്ക് പുതിയ സ്ട്രാറ്റജിക് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കാണാത്ത പലതും ആ എക്സ്പേർട്ടിന് പുറത്തുനിന്ന് വരുന്ന കാണാൻ പറ്റും. പക്ഷേ ഈ എക്സ്പേർട്ടിനുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് ഓവർകം ചെയ്യുന്ന രീതിയിലാണ് അടുത്ത് വരുന്നത് ജോയിന്റ് മീറ്റിംഗ്സ്. ഇന്റേണൽ എക്സ്റ്റേണലും കൂടെ രണ്ടും. അതായത് എക്സ്റ്റേണൽ വരുന്ന ആളും നമ്മുടെ ഇന്റേണൽ ടീം മെമ്പേഴ്സിനും കൂടെ കൊളാബറേറ്റ് ചെയ്യുന്നത്. കാരണം ചില ഇവർ തരുന്ന ചില ഐഡിയാസ് ചിലപ്പോൾ പ്രാക്ടിക്കലി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അതിന് വേണ്ട വർക്കബിൾ സൊല്യൂഷൻസ് കൊടുക്കാനൊക്കെ ഈ ഇന്റേണൽ പേഴ്സൺസിന് സാധിക്കും. അപ്പോൾ കമ്പൈൻസ് എക്സ്റ്റേണൽ ഇന്നോവേഷൻ വിത്ത് ഇന്റേണൽ നോളജ് ഫോർ പ്രാക്ടിക്കൽ എഫക്റ്റീവ് സ്ട്രാറ്റജീസ്. അത് കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ. ഇമ്പോർട്ടന്റ് ഏരിയയാണ്. മേജർ സോഴ്സ് ഓഫ് ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ ആവാം, അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രി പൊസിഷനോ നമ്മുടെ ലൊക്കേഷൻ ആവാം നമ്മുടെ ഒരു ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ ആയിട്ട് മാറുന്നത്. അതുപോലെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, ലൈക്ക് ഇപ്പം ടെലികോമിലുള്ള റെഗുലൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ടെമ്പറൽ ഫാക്ടേഴ്സ് ഉണ്ടാവും. ക്ലിയർ. ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് വാല്യൂ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷന്റെ കീ ഫീച്ചർ അല്ലെങ്കിൽ ക്യാപ്പബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഡിസിഷൻ മേക്കിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി വി ഹാവ് ഡെവിൽസ് അഡ്വക്കേസി, ഡയലക്റ്റിക് എൻക്വയറി ആൻഡ് ദി ഔട്ട്സൈഡ് വ്യൂ. ഇങ്ങനെ 3 കേസും കൂടെ വരുന്നുണ്ട്. ഈ ഡെവിൽസ് അഡ്വക്കേസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ ഏൽപ്പിക്കുകയാണ്. അയാളുടെ മെയിൻ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറ്റം പറയാന്നുള്ളതാണ്. നമ്മൾ ഓരോ ഐഡിയാസ് പറയും, അതിനുള്ള കുറ്റങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അതിന് റെസ്പോൺസ് കൊടുത്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കം അതിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഡയലക്റ്റിക് എൻക്വയറി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മളോട് ഒരു പ്ലാൻ ഉണ്ടാക്കും, അതിനൊരു കൗണ്ടർ പ്ലാൻ ഉണ്ടാക്കും. അതിനെ നമ്മൾ തെസിസും ആന്റി തെസിസും പറയും. ഇത് രണ്ടും നമ്മൾ ഡിബേറ്റ് ചെയ്തിട്ട് രണ്ടിന്റെ വീക്ക്നെസ്സുകൾ റിവീൽ ചെയ്ത് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കം, ഒരു പുതിയൊരു സാധനം നമ്മൾ ഉണ്ടാക്കും, ഒരു കോംപ്രഹെൻസീവ് പ്ലാൻ ഉണ്ടാക്കും രണ്ടിന്റെയും കൂടെ. അതിനെയാണ് നമ്മൾ സിന്തസിസ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമുക്കൊരു ടെക്നിക് കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് ഔട്ട്സൈഡ് വ്യൂ. കമ്പയർ ദ കറന്റ് പ്രൊജക്ട് ടു സിമിലർ പ്രൊജക്ട് പാസ് പ്രൊജക്ട് ടു ഇവാലുവേറ്റ് സക്സസ് ഓർ ഫെയിലിയർ. ഇത്തരത്തിലുള്ള ഒരു ഇത് പുറത്ത് നമ്മൾ മുന്നേ ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് അതിൽ നിന്നുണ്ടായിട്ടുള്ള ഔട്ട്കം എന്തായിരുന്നു എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഡിസിഷൻസ് എടുക്കുന്നതാണ് എന്ത്, ഔട്ട്സൈഡ് വ്യൂ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കിപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇനി ബാക്കിയുള്ള ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ കുറച്ച് ടോപ്പിക്സ് കൂടെ ചാപ്റ്റർ 2 ഡിസ്കസ് ചെയ്യാനുണ്ട്. അതോടുകൂടി നമ്മൾ ഈ പാർട്ട് ഓഫ് ഡിസ്കഷൻ അവസാനിപ്പിക്കും. അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു മെയിൻ ടോപ്പിക്കാണ് SWOT അനാലിസിസ്. അതിന്റെ ബെനിഫിറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ ഇംപ്ലിമെന്റേഷൻ ഒക്കെ SWOT അനാലിസിസ് ഭയങ്കര എളുപ്പമാണ്. അധികം ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്റെ റിക്വയർമെന്റ് ഇല്ല, മിനിമൽ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മതി. പിന്നെ വേരിയസ് കോൺടാക്ട്സ് ആൻഡ് സിറ്റുവേഷൻസിന് അഡാപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് SWOT അനാലിസിസ് കിടക്കുന്നത്. പിന്നെ എന്താ പറയുക, ഹെൽപ്സ് us ടു ഐഡന്റിഫൈ ക്ലാരിഫൈ കീ ചാലഞ്ചസ്. നമുക്ക് ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ ഐഡന്റിഫൈ ചെയ്യാനും അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ക്ലാരിഫൈ ചെയ്യാനൊക്കെ SWOT അനാലിസിസ് ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ കുറച്ച് പോയിന്റ്സ് ബെനിഫിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ വന്നിട്ട് ഡേഞ്ചേഴ്സിലേക്ക് വരുന്നുണ്ട്. കൃത്യമായിട്ട് ഓപ്പർച്യൂണിറ്റീസിനെയും ത്രെഡ്സിനെയും നമുക്ക് എന്താ പറയുക സെഗ്മെന്റ് ചെയ്യുന്നത്, ഏതാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ചില കാര്യങ്ങൾ ഓപ്പർച്യൂണിറ്റി ആകുമ്പോൾ തന്നെ അതിനെ തന്നെ ചിലപ്പോൾ ത്രെഡായിട്ട് കാണേണ്ട സാഹചര്യം ചിലപ്പോൾ ഉണ്ടാവും. ഈ ന്യൂക്ലിയർ പ്ലാന്റ് ഒക്കെ അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഫോർ ലോങ് ലിസ്റ്റ് ദാറ്റ് ഹൈഡ് വാട്ട് ഈസ് ട്രൂലി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് വലിയ ലിസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സാഹചര്യം ചിലപ്പോൾ വരാം. അപ്പോൾ അതിൽ ഏതാണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതിനൊരു എന്താ പറയുക പ്രയോറിറ്റൈസ് കൊടുക്കാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ വരാം. അതാണ് ഒരു ബുദ്ധിമുട്ട്. ഓവർ ജനറലൈസേഷൻ വരാം. പിന്നെ എന്താ പറയുക, ലൈക്ക് ഒരു ഭയങ്കര ഇൻഡെപ്ത് അനാലിസിസ് പോലത്തെ കോർ കോമ്പിറ്റൻസസ്, ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ, സ്ട്രാറ്റജിക് ഗ്യാപ്പ്, ഇങ്ങനെയുള്ള ഇതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് ഒന്നും അല്ല SWOT അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഓവർ സിംപ്ലിഫിക്കേഷനിലേക്ക് പോകാം. അത് കാരണം കോംപ്ലക്സ് ആയിട്ടുള്ള റിയാലിറ്റീസ് പലതും ഇഗ്നോർ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ വെറും ഒരു മിയർ ലിസ്റ്റിംഗ് മാത്രം, അതായത് ലിസ്റ്റ് മാത്രം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ ചുരുങ്ങി പോകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ മെയിനായിട്ടും ഇവാലുവേറ്ററുടെ പെർസ്പെക്റ്റീവിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാവുക. പോസിബിളി ജസ്റ്റിഫൈങ്, ലൈക്ക് മുന്നേ നമ്മൾ ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ലൈക്ക് എന്താ പറയുക ശരിവെക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ നോക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം. സ്ട്രെങ്തിനെയും ഓപ്പർച്യൂണിറ്റീസും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവാം. അതുപോലെ വീക്ക്നെസ്സും ത്രെഡും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവാം. ക്ലിയർ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡേഞ്ചേഴ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് തന്നെ വരുന്നതാണ് പോർട്ട്ഫോളിയോ അനാലിസിസും അതിന്റെ ഒബ്ജക്റ്റീവ്സും കൊടുത്തിട്ട് നിങ്ങൾ വായിച്ചാൽ മതി. ഓക്കെ, അതിന് അഡ്വാൻറ്റേജ് ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ ഡിസ്കഷൻ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് BCG മെട്രിക്സ് ആണ്. ഈ BCG മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് മെട്രിക്സ് എന്ന് പറയും. അതിൽ മെയിനായിട്ട് 4 കാര്യങ്ങളുണ്ട് അല്ലെ. സ്റ്റാർസ്, ക്യാഷ് ഫ്ലോ, ക്വസ്റ്റ്യൻ മാർക്ക്, ഡോഗ്. അതിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ മാർക്കറ്റ് ഗ്രോത്തും ഹൈ മാർക്കറ്റ് ഷെയർ ഉള്ളതാണ്. ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ മാർക്കറ്റ് ഗ്രോത്ത്, ഹൈ മാർക്കറ്റ് ഗ്രോത്തും എന്നാൽ ലോ മാർക്കറ്റ് ഷെയർ ഉള്ളതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ ലോ മാർക്കറ്റ് ഗ്രോത്ത് ആണ്,
അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് അവിടെ ഹൈയും ആണ്. പിന്നെ ഡോക്സിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് ഗ്രോത്ത് ലോ ആണ്, നമ്മുടെ മാർക്കറ്റ് ഷെയർ ലോ ആണ്. ഈ രീതിയിലാണ് 4 കേസസ് അവിടെ വരുന്നത്. സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ഹൈ ഗ്രോത്ത് മാർക്കറ്റിൽ ഹൈ മാർക്കറ്റ് ഷെയറിലാണ് സ്റ്റാർ. സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് നമ്മളും ഗ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ റിക്വയർമെന്റ് ഉണ്ടാവും. ആസ് ഓഫ് നോ ചിലപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ക്യാഷ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവും. ഫ്യൂച്ചറിൽ നമുക്ക് ഹൈ റിട്ടേൺസും അതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ സ്റ്റാർസ് ആണ് പിന്നീട് ഈ ഗ്രോത്ത് ഒരു ലെവലിലെത്തി ആ ഒരു ഗ്രോത്ത് ഒരു ലോ ഗ്രോത്തിലേക്ക് എത്തുന്ന സമയത്ത് അവിടെയും നമുക്ക് ഹൈ മാർക്കറ്റ് ഷെയർ ഉണ്ടെങ്കിൽ ക്യാഷ് കോ ആയിട്ട് മാറുന്നത്. കാരണം ക്യാഷ് കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലോ ഗ്രോത്ത് മാർക്കറ്റിൽ ഹൈ മാർക്കറ്റ് ഷെയറുള്ള സാധനമാണ് ക്യാഷ് കോ എന്ന് പറയുന്നത്. ക്ലിയർ? അവിടെ സ്വാഭാവികമായിട്ട് നമുക്ക് വലിയ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റിക്വയർമെന്റ്സ് ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് നല്ല രീതിയിലുള്ള ക്യാഷ് ഇൻകം അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ വരുന്നതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹൈ ഗ്രോത്ത് മാർക്കറ്റ് ആണ്, പക്ഷേ അവിടെ നമ്മുടെ മാർക്കറ്റ് ഷെയർ ഭയങ്കര ലോ ആണ്. യൂഷ്വലി ചിലപ്പോൾ കാര്യമായിട്ടുള്ള ക്യാഷ് ഒന്നും ജനറേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുന്ന ഒരു സാധനമായിരിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് കെയർഫുള്ളി എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ വീണ്ടും ഫർദർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു മാർക്കറ്റ് ഷെയർ നമ്മൾ കൂടുതൽ ക്യാപ്ചർ ചെയ്യണം. അങ്ങനെ ഗ്രോ ചെയ്യുന്നുണ്ടല്ലോ മാർക്കറ്റ്, അപ്പോൾ അതിനനുസരിച്ച് ക്യാപ്ചർ ചെയ്യണോ വേണ്ട എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഡോഗിലേക്ക് വരുമ്പോൾ അത് ലോ ഗ്രോത്ത് മാർക്കറ്റിൽ ലോ മാർക്കറ്റ് ഷെയറുള്ള സാധനമാണ്. സ്വാഭാവികമായിട്ടും ചിലപ്പം കാര്യമായ ഒരു ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പം ലോസ് ആയിരിക്കും. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫണ്ട് അനാവശ്യമായിട്ട് അവിടെ കെട്ടിക്കിടന്നുകൊണ്ട് അവിടെ അത് കാരണം നമുക്ക് എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിനെ വീക്ക് ആക്കുന്നതിന് ഇതൊരു കാരണമാവാൻ ചാൻസ് ഉണ്ട്. അഡ്വാൻറ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ 4 ക്വാഡ്രൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് ബിസിനസിന്റെ കാറ്റഗറീസിനെ. പിന്നീട് നമുക്ക് ഒരു എന്താ പറയുക, സ്റ്റാറും ക്വസ്റ്റ്യൻ മാർക്കും ഒക്കെ ക്ലിയർ സിഗ്നിഫിക്കൻറ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ റിക്വയർമെന്റ് ഉള്ളതാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റാറുകൾ പിന്നീട് ക്യാഷ് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട്. പിന്നെ റിസോഴ്സ് അലൊക്കേഷന് പ്രോഫിറ്റ് എൻഷുർ ചെയ്യുന്നതിനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആണ്. പ്രോബ്ലംസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഡെഫിനിഷണൽ വാഗ്നസ് ആണ്. ഇപ്പം ഹൈ ഗ്രോത്ത് അല്ലെങ്കിൽ ലോ ഗ്രോത്ത് എന്നൊക്കെ പറയുമ്പോൾ അത് ഏതൊരു കാറ്റഗറി ഓഫ് മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഷെയർ എന്ന് പറയുമ്പോഴൊക്കെ മാനേജേഴ്സ് അവർക്കൊരു ബെനിഫിറ്റുള്ള രീതിയിൽ ചിലപ്പോൾ അതിനെ ഡിഫൈൻ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമാണ്. പിന്നെ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ മാർക്കറ്റ് അസംഷൻസ് ആണ്. അസ്യൂംസ് ഇന്റേണൽ ഫണ്ടിങ് ചില മാർക്കറ്റുകളിൽ ചിലപ്പോൾ അത്ര റെലവെന്റ് ആയിരിക്കില്ല. ഇപ്പോൾ നമ്മൾ ക്യാഷ് കോഡിൽ എക്സസ് ക്യാഷ് എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുക, സ്റ്റാർസിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ചില മാർക്കറ്റിൽ അത് ചിലപ്പോൾ അത്ര നല്ലൊരു മെത്തേഡ് ആയിരിക്കില്ല. അവിടുത്തെ ടാക്സേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഡിസിഷൻസ് എടുക്കുക. പിന്നെ വരുന്ന അൺകൈൻഡ് ടു ആനിമൽസ് ആണ്. ക്യാഷ് കൗസിന് ചുമ്മാ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, മിൽക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതിൽ നിന്നുള്ള ബെനിഫിറ്റ്സ് മാത്രം എടുക്കുക, അതിന് വേണ്ട ഒരു ആവശ്യമുള്ള എന്താ പറയുക ഇൻവെസ്റ്റ്മെന്റ് ഒന്നും കൊടുക്കാതിരിക്കാനൊന്നുണ്ടെങ്കിൽ ക്യാഷ് കൗസ് എന്തായി മാറും, ഡോഗായിട്ട് മാറും. ക്ലിയർ? അതുപോലെ അസ്യൂംസ് ഡോഗ്സ് ക്യാൻ ബി ഈസിലി സോൾഡ് ഓർ ക്ലോസ്ഡ്, അതായത് ഡോഗ്സിന് ഈസിലി സെയിൽ ചെയ്യുക, ക്ലോസ് ചെയ്യുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഡോഗ്സ് അല്ല, ക്യാഷ് കോ റിസ്ക് ബിക്കമിങ് ഡോഗ്സ് എന്നുള്ളതാണ് അവിടെ കൊടുക്കുന്നത് കേട്ടോ. പ്രോപ്പർലി ഇൻവെസ്റ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് ചെറിയ മിസ്റ്റേക്ക് ആണ്. പിന്നെ അസ്യൂംസ് ഡോഗ്സ് ക്യാൻ ബി ഈസിലി സോൾഡ് ഓർ ക്ലോസ്ഡ്, അതായത് യൂസിലി നമ്മൾ ഡോഗ് കിൽ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ സെയിൽ ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ടേംസ് പറയുമ്പോൾ അവിടെ ചെറിയ പ്രശ്നമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഡോഗ്സ് ചിലപ്പോൾ നമ്മുടെ വേറെ ഏതെങ്കിലും ക്യാഷ് കോ ആയിട്ടൊക്കെ ചിലപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു കാർ വാഷും ഒരു കാർ മെക്കാനിക്കൽ ഷോപ്പും, ഈ കാർ വാഷിൽ ചിലപ്പോൾ പ്രോപ്പർ റവന്യൂസ് ഇല്ലെങ്കിലും ഈ കാർ വാഷിൽ വരുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ചിലപ്പോൾ മെക്കാനിക്കിനും പെയിന്റിങ്ങിനും ഒക്കെ വർക്ക് വരുന്നുണ്ടാവും. അപ്പോൾ അത് ഒറ്റയടിക്ക് നമ്മൾ ഈ ഡോഗ് എന്നുള്ള രീതിയിൽ ഈ കാർ വാഷ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ മെക്കാനിക്കലിനും അതുപോലെ തന്നെ നമ്മുടെ പെയിന്റിംഗ് വർക്ക്ഷോപ്പിനൊക്കെ പ്രോഫിറ്റ്സിനൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും. പിന്നെ വരുന്നതാണ് സിനാരിയോ പ്ലാനിങ്, ഒരു ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമുക്കൊരു പെസ്റ്റൽ ഫ്രെയിംവർക്കിൻ്റെ ഒരു ഏരിയ കൂടെ ഉണ്ട്. ഓക്കെ, ആ പെസ്റ്റൽ ഫ്രെയിംവർക്ക് ഞാൻ ജസ്റ്റ് ചുരുക്കിയിട്ട് പറയാം. പൊളിറ്റിക്കൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് ബേസ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ് മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരിക. എക്കണോമിക് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളുടെ ഒരു പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് പറയാം. ഓക്കെ, ശ്രദ്ധിക്കാം. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഭയങ്കര നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്ന വിഷയങ്ങളാണ് പൊളിറ്റിക്കൽ. അതായത് ഗവൺമെന്റ് എടുക്കുന്ന ഡിസിഷൻസും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ബിസിനസ്സിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. എക്കണോമിക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എക്കണോമി റിലേറ്റ് ചെയ്തിട്ടുള്ള ലൈക്ക് നമ്മുടെ ഈ ഇൻഫ്ലേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇൻട്രസ്റ്റ് റേറ്റ്, അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ബിസിനസ്സിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. സോഷ്യൽ ഇൻഫ്ലുവൻസസ്, അതുപോലെ ലൈക്ക് എന്താ പറയുക, ഏജ്, ജെൻഡർ, ഇങ്ങനെയുള്ള ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം, അത് പോപ്പുലേഷൻ ഡെമോഗ്രഫി, അതുപോലെ തന്നെ കൾച്ചേഴ്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതിനനുസരിച്ചിട്ട് ആളുകളുടെ ഒരു സ്പെൻഡിങ് ഹാബിറ്റ്, ഇതൊക്കെ നല്ല രീതിയിൽ ബിസിനസ്സിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ടെക്നോളജിക്കൽ ഗ്രോത്ത്, ഇപ്പോൾ എത്രത്തോളം ഇന്റർനെറ്റ് അവൈലബിൾ ആണ് അതിനനുസരിച്ചിട്ട് ഗ്രോ ചെയ്യുന്ന ഒരുപാട് ബിസിനസ്സുകളുണ്ട്. പിന്നെ എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡ്സ്, അതായത് ഇപ്പോൾ നമുക്ക് എന്താ പറയുക, പ്രകൃതിയുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ ലോ എത്രത്തോളം സ്ട്രോങ് ആണ്. ക്ലിയർ? അതിന് എന്താ പറയുക,
പൊല്യൂഷനുകളുടെ വിഷയങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള ഗവൺമെന്റ് സ്റ്റാൻഡിങ് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ലീഗൽ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള പേപ്പർ വർക്ക്സ്, ഇതിൻ്റെ ഇൻകോർപ്പറേഷനും മറ്റുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങളാണ് അതുമായി ബന്ധപ്പെടുത്തിയിട്ട് വരുന്നത് അല്ലേ. ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള നോട്ട്സ് ഓൾറെഡി ബെസ്റ്റിലൊക്കെ നിങ്ങൾക്ക് ഷെയ്ഡ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചാപ്റ്റർ 2 ബേസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാം. ഏതെങ്കിലും ടോപ്പിക്കിൽ ഫർദർ ക്ലാരിറ്റി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഉറപ്പായിട്ടും ഞാൻ എന്നാൽ കഴിയാവുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സിൻ്റെ ഒരു ഓവർവ്യൂ തരിക, എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ള മനസ്സിലാക്കി തരിക എന്നുള്ളത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ്. ഓക്കെ, സോ താങ്ക് യു. വിൽ മീറ്റ് അഗൈൻ ഫോർ പാർട്ട് 2. പാർട്ട് 2 നമ്മൾ ബാക്കി ചാപ്റ്റർ 3 ഉം 4 ഉം കൂടെ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.